അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനിതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സിസ്റ്റർ അനിത ജിപ്സൺ തന്റെ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി പ്രേക്ഷകർക്കും പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രേക്ഷകരിൽ പലരുടെയും ജീവിത അനുഭവങ്ങൾക്ക് സമാനമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു സഹോദരി തന്റെ ജീവിതത്തില് യേശു കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന തന്റെ അനുഭവങ്ങൾ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ സഹോദരിയുടെ ജീവിതത്തിൽ യേശു കടന്നു വന്നപ്പോൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ സംഭവ വികാസങ്ങളുടെ പരമ്പര പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ അനിത ജിപ്സനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അനിത ജിപ്സൺ. ആഹ് ഞാൻ ജാർഖണ്ഡിലായിരിക്കുന്നു. എന്നെ അരോമ ടി വിയിലേക്ക് ക്ഷണിച്ച, സാക്ഷ്യം പറയുവാൻ വേണ്ടി ക്ഷണിച്ച പാസ്റ്റർ ഡാനിയൽ ജോണിനും അതുപോലെ ഈ ചാനലിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റർ ഷീബ സ്റ്റാൻലിക്കും അതുപോലെ തന്നെ മാന്യ പ്രേക്ഷകർക്കും എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര്, 2 പേരുണ്ട് എനിക്ക്. ഒന്ന്, എൻ്റെ ഒറിജിനൽ പേര് അനിത രവീന്ദ്രൻ എന്നാണ്. കാരണം ഞാനൊരു ഹൈന്ദവ കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് എൻ്റെ പേര് അനിത ജിപ്സൺ എന്ന് മാറുവാനിടയായത്. ഞങ്ങളിപ്പോൾ അറ്റ് പ്രസന്റ് ജാർഖണ്ഡില് കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് താമസിക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തിൽ കൂടുതലായി 2010 തൊട്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ജാർഖണ്ഡിന്റെ പ്രദേശത്ത് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയോടനുബന്ധിച്ച് ഞങ്ങളായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നിട്ടുണ്ട്. മൂത്ത മകൻ ജോനാഥൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് അമ്മാരീസ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ കുഞ്ഞ് ഹന്ന, അവള് 2.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞാണ്. അതുപോലെ തന്നെ നാട്ടില് എനിക്ക് അച്ഛൻ, അമ്മ, അമ്മയുടെ അമ്മ എന്ന് പറയുമ്പോൾ 86 വയസ്സുള്ള മാതാവാണ്. അങ്ങനെ ഞങ്ങള് 8 അംഗം അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ ടോട്ടൽ മെമ്പേഴ്സ് ഞങ്ങളുടെ കുടുംബത്തില്. അതേപോലെ തന്നെ എനിക്കൊരു മമ്മിയുണ്ട്, അതായത് അച്ചാച്ചൻ്റെ മമ്മിയുണ്ട്. അവര് കർത്താവിന്റെ വേലയിലായിരുന്നു ദീർഘവർഷക്കാലം. മറ്റു പ്രസന്റ് പപ്പ ഇല്ല. മമ്മി മുണ്ടക്കയത്ത്, കേരളത്തില് കോട്ടയത്ത് മുണ്ടക്കയത്ത് അവിടെ സ്വന്തമായി ഒറ്റയ്ക്ക് താമസിക്കുന്നു. സഹോദരങ്ങളുണ്ട്. അത് സഹോദരൻ കോട്ടയത്തും മമ്മി മുണ്ടക്കയത്തുമായിട്ട് താമസിക്കുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. പക്ഷേ ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായ ഒരു കാരണം, എൻ്റെ മാതാപിതാക്കള് ദൈവത്തിന്റെ കൃപയാൽ വളരെ ശൈശവത്തിൽ തന്നെ എനിക്ക് എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഒരു വലിയൊരു ഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് തന്നു. കാരണം ഞാനൊരു 6 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. കാരണം ഒരു ഹിന്ദു നായർ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വലിയൊരു തറവാട്ടിൽ നിന്ന്, അതായത് മുൻപ് എൻ്റെ ഒരു അങ്കിള്, എൻ്റെ ഒരു അമ്മാവൻ ഈ അരോമ ടി വിയില് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മോഹനൻ നായർ എന്നാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകളാണ് ഞാൻ. അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് എൻ്റെ അമ്മാവനായ, അല്ലെങ്കിൽ എൻ്റെ അങ്കിളായ മോഹനൻ നായർ എന്ന് പറയുന്ന ആ മനുഷ്യനാണ്. കാരണം ആ സമയത്ത് ചെറുപ്രായത്തിൽ ഞാൻ ഈ സ്റ്റോറി ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ അമ്മയും ഈ രക്ഷിക്കപ്പെട്ട ഈ ബ്രദറും തമ്മിൽ അവര് ഭയങ്കര ക്ലോസ് ആണ്. അമ്മയുടെ മൂത്ത ജ്യേഷ്ഠനാണ്, രണ്ടാമത്തെ ജ്യേഷ്ഠനാണ്.
അപ്പോൾ അവര് തമ്മില് ഭയങ്കര ഒരു സൗഹൃദം ശൈശവത്തിലേ ഉണ്ട്. മറ്റു സഹോദരങ്ങളെക്കാൾ തമ്മിൽ വളരെ ഒരു ബോണ്ട് ഇവര് തമ്മിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവര് ഹൈന്ദവാചാര പ്രകാരമുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പിതാവ് ചെയ്യുന്ന സമയത്തിൽ അതിലേറ്റവും കൂടുതല് അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതിനെയൊക്കെ എതിർക്കുന്ന ഒരു രീതി ചെറുപ്രായത്തിലെ ഈ സഹോദരങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോണ്ട് ഇവർക്ക് തമ്മിലുണ്ട്. അങ്ങനെ എൻ്റെ അങ്കിളിനൊരു വീഴ്ചയും അതിനെ തുടർന്ന് കിടപ്പിലാകുകയും തളർന്നു പോവുകയും ഒക്കെ ചെയ്തു. അതിന് ശേഷമാണ് എൻ്റെ അങ്കിള് വിശ്വാസത്തിലേക്ക് വരുന്നത്. അതിനും അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആണ് എൻ്റെ അമ്മ കർത്താവിനെ അറിയുവാൻ ഇടയാകുന്നത്. ഇവര് പറയുന്നത് ഞാൻ കേട്ട വേറൊരു കാര്യമാണ്. അന്നത്തെ കാലത്ത് ഈ പെന്തക്കോസ്തിൽ ചേരണം എന്നല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഈ കൈകൊട്ടി പാടാൻ പോകുന്ന ഒരു കൂട്ടത്തെ എന്ന് പറയുന്നത് വളരെ പുച്ഛമായി അല്ലെങ്കിൽ വളരെ നീചമായി കാണുന്ന ഒരു പ്രവണത ഉള്ളൊരു കാലഘട്ടത്താണ് ആ സമയത്ത് എൻ്റെ മാതാവും വളരെ മോശമായ രീതിയിൽ ഈ പെന്തക്കോസുകാരെ അല്ലെങ്കിൽ ഈ കൈകൊട്ടിപ്പാടാൻ പോകുന്നവരെ കളിയാക്കിക്കൊണ്ടിരുന്നൊരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മയും. പക്ഷേ ദൈവത്തിന് മുന്നമേ തിരുവചനത്തിൽ പറയുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എൻ്റെ അമ്മയെ ദൈവം കണ്ടതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ സ്വർഗീയ പിതാവ് എന്നെയും കണ്ടു. ഞാൻ അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഈ ഇരുണ്ട ലോകത്തിൽ നിന്ന് ദൈവം എന്നെ വെളിച്ചത്തിലേക്ക് വിളിക്കുവാൻ കാരണമായത് എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസമാണ്. കാരണം അമ്മയും അപ്പനും വലിയ കുഴപ്പമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിന്റെ ഇടയിലാണ് ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങള് അവർക്ക് ഉണ്ടാകുന്നത്. ആ എനിക്ക് ശേഷം 3½ വയസ്സിന് എളുപ്പത്തില് അതല്ലെങ്കിൽ ഒരു ഗ്യാപ്പില് എനിക്കൊരു അനിയത്തിയും കൂടെ ഉണ്ടായി. അവളുടെ പേര് അശ്വതി എന്ന് ഞങ്ങള് വിളിക്കും. വീട്ടിൽ അച്ചു എന്ന് ഞങ്ങള് വിളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളുമായി സാധാരണമായ ഒരു കുടുംബമായി ഞങ്ങള് ദേവന്മാരെയും ദേവികളെയും അമ്പലങ്ങളിലും അങ്ങനൊക്കെ പോയി സാധാരണ ഒരു നോർമൽ എങ്ങനെ ഒരു ഹൈന്ദവ കുടുംബം ജീവിക്കുന്നുവോ അങ്ങനെയൊക്കെ ജീവിച്ചു. പക്ഷെ അതിന്റെ നടുവില് ജീവിതത്തിന്റെ ഒരു സമയത്ത് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ കുടുംബ ജീവിതത്തിന് താളം തെറ്റുവാൻ ഇടയായി. ആ താളം തെറ്റലിന്റെ കാരണത്തിന് ഒരു കാരണം ഇതായിരുന്നു. എൻ്റെ പിതാവ് അമിതമായ മദ്യപാനത്തിന് അടിമയായി തീർന്നു. പുകവലിക്ക് അടിമയായി തീർന്നു. എൻ്റെ പിതാവ് ചെയ്താത്ത കാര്യങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയായി. അങ്ങനെ പുറകെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ട് കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതായി. കുടുംബത്തില് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ എൻ്റെ കുഞ്ഞു പ്രായം തൊട്ട് 2½ വയസ്സ് തൊട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കുഞ്ഞു മനസ്സില്, എൻ്റെ കുഞ്ഞു ഓർമ്മകളിൽ എനിക്കുണ്ട്. കാരണം ഒരു നല്ലൊരു ബാല്യം അല്ലെങ്കിൽ നല്ലൊരു ശൈശവം എനിക്ക് കിട്ടുവാൻ ഇടയായില്ല. കാരണം എപ്പോഴും ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു ബാല്യം അല്ലെങ്കിൽ ഒരു ശൈശവം, ബാല്യം, കൗമാരം എല്ലാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുവാൻ ഇടയായി. ഞാൻ ഒരു 3½ വയസ്സ് വരെ ഞാൻ സംസാരിക്കാത്ത ഒരു കുഞ്ഞായി മാറി. ആംഗ്യ ഭാഷകൾ മാത്രം സംസാരിക്കുന്ന ഒരു പെൺകുഞ്ഞായിരുന്നു ഞാൻ. അങ്ങനെ എൻ്റെ മാതാവും ആകെ തകർന്ന് തരിപ്പണമായി നിന്ന സമയത്ത് അങ്ങനെ എൻ്റെ സിസ്റ്ററെ പ്രഗ്നൻസിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ തീരുമാനിച്ചു ഞങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് ഒടുക്കാം എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാം എന്നുള്ള ആ ഒരു ആത്മഹത്യയിലേക്ക് പോകുവാനുള്ള എല്ലാ തീരുമാനത്തിലേക്ക് അമ്മ പോയി. പക്ഷെ ദൈവം അമ്മയെ അവിടുന്ന് വിടുവിക്കുവാൻ ഇടയായി. എന്നിട്ടും ദൈവത്തെ അറിഞ്ഞില്ല. അങ്ങനെ അവരുടെ കുടുംബജീവിതം ഒരു ഡിവോഴ്സിലെ വക്കിന്റെ അടുത്ത് വരെയും എത്തി. കാരണം ഡിവോഴ്സ് ചെയ്യുക അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള തരത്തിലേക്ക് എത്തി. പക്ഷേ കോടതി വരാന്തയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതിയിൽ അവിടെ ജഡ്ജി അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞാൻ ജീവിക്കും എന്നുള്ള ഒരു തീരുമാനം പറയുവാൻ ഇടയായി. ആ തീരുമാനത്തിന്റെ മുകളില് എൻ്റെ അമ്മയെ വീട്ടുകാരും എല്ലാവരും ഉപേക്ഷിക്കുവാൻ ഇടയായി. കാരണം അവരെ സംബന്ധിച്ച് അത് മുന്നോട്ട് അവർക്കൊരു ഭാരമായി തീർന്നു. ഞങ്ങള് 2 പെൺകുഞ്ഞുങ്ങള്, അമ്മ, അപ്പൻ എല്ലാം ഒരു ഭാരമായി തീർന്നു. കാരണം എൻ്റെ അപ്പന് ബന്ധുക്കളും ആരും അങ്ങനെ ആരുമില്ല. അപ്പം എല്ലാ ആശ്രയം ഞങ്ങളുടെ അമ്മ വീട്ടുകാരാ. പക്ഷെ അങ്ങനെ നോക്കിയപ്പോ അവര് വളരെ നൈസായി അവരുടെ വലിയൊരു ഭാരം പതുക്കെ അവര് സ്കൂട്ടായി. പക്ഷേ ദൈവം കണ്ടിരുന്നു പ്രിയ ദൈവമക്കളെ. കാരണം എന്നെ കേൾക്കുന്ന മാന്യപ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുടെ നടുവിലും ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതം ഡിവോഴ്സിന്റെ വക്കിലായിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കാം. പക്ഷെ അതിന്റെ ഒരു തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം എൻ്റെ മാതാപിതാക്കൾ ഇന്ന് സമാധാനത്തോടെ കഴിഞ്ഞ 39 വർഷമായി അവർ ഒരുമിച്ച് ജീവിക്കുവാൻ ദൈവം ഇടയാക്കി. കാരണം ലോകക്കാരെല്ലാവരും അവരെ കൂടെ ഉണ്ടാകുന്നവരെന്ന് വിചാരിച്ച പേരൻസ്, സഹോദരങ്ങൾ എല്ലാം അവരെ ഉപേക്ഷിക്കുവാൻ ഇടയായി. പക്ഷേ
ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടത്തില്ല എന്ന് വാക്ക് പറഞ്ഞ സ്വർഗത്തിലെ ദൈവം അവരെ ഉപേക്ഷിക്കാതെ കൈവിടാതെ അവരെ അവിടുന്ന് വിളിച്ചിറക്കുവാൻ ഇടയായി. അങ്ങനെ കടത്തിണ്ണകളിലൊക്കെ ഞങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് കിടന്നുറങ്ങിയ രാവുകള് മറക്കുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ ഇന്നും ഇന്നലെ പോലെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മയുടെ കണ്ണുനീര്. കാരണം രണ്ട് പെൺകുഞ്ഞുങ്ങള്, ചെറുപ്പക്കാരിയായ അമ്മ, വളരെ സുന്ദരിയായ ഒരു അമ്മ, ഒരു സ്ത്രീ, രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് കുടിയനായ ഭർത്താവ് നോക്കി വരുന്ന ഏത് രാത്രിക്ക് വരുന്നെന്ന് അറിഞ്ഞുകൂടാ. കിടപ്പാൻ പാർപ്പിടമില്ല. ഏതെങ്കിലും ക്രിസ്ത്യാനികളായ ആം, മുതലാളിമാരായ ആൾക്കാരുടെ വീടിന്റെ അവിടെ പകല് പണിയെടുക്കും. അവരുടെ വീടിന്റെ വരാന്തയിലോ അങ്ങനെയൊക്കെ കിടന്ന് എത്രയോ രാത്രികള് കഴിച്ചു കൂട്ടിയ രാത്രികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം അവിടുന്ന് എല്ലാം ഞങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയം 1992 എന്റെ അമ്മ ദൈവത്തെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞു. കാരണം ഞങ്ങൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അമ്മ, ഞങ്ങൾക്കറിയാം, അമ്മയ്ക്കറിയാം, വെള്ളിയാഴ്ച ദിവസം പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ദിവസമാ. കാരണം ആരും അവിടെ എന്ത് സംഭവിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ എഴുന്നേൽക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പ് അമ്മയ്ക്കുണ്ടായിരുന്നു. അന്നാണ് നമ്മൾ വിറകൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ആരും വരത്തില്ലല്ലോ, അവരുടെ പറമ്പിൽ കയറി വിറകുകൾ വെട്ടിയെടുത്ത് ആരും വരത്തില്ല. അങ്ങനെ അമ്മയും അമ്മയുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി. കാരണം വിറകില്ല, വേറെ എവിടെ നമുക്ക് അന്ന് സാഹചര്യം ഗ്യാസും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അത്താഴ പട്ടിണിക്കാരായവർക്ക് എവിടുന്ന് ഗ്യാസ്? അങ്ങനെയൊന്നും ആ ഒരു സമയത്ത് അമ്മ വിറക് ശേഖരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം നോക്കി പോയി. പക്ഷേ ആ വെള്ളിയാഴ്ച ദിവസം അമ്മയുടെ കൂട്ടുകാരൊക്കെ വിറക് ശേഖരിച്ചു. പക്ഷേ അമ്മ ശേഖരിക്കേണ്ടതിന് നിത്യമായ ധനത്തെ ശേഖരിപ്പാൻ ദൈവം അമ്മയ്ക്ക് മുഖാന്തരം ഒരുക്കി. അമ്മ ആ വെട്ടുകത്തിയൊക്കെ ആ പറമ്പിൽ അവിടെ ഇട്ടിട്ട്, കയറും കത്തികളൊക്കെ അവിടെ ഇട്ടിട്ട്, അമ്മ പോലും അറിയാതെ അമ്മ ആലയത്തിന്റെ ഒരു ദേവദാസന്റെ കൊച്ചു ഭവനത്തിന്റെ അകത്തായിരുന്നു ആരാധന നടന്നുകൊണ്ടിരുന്ന. ആരാധന യോഗത്തിന്റെ അകത്തേക്ക് അമ്മയെ ദൈവം ആകർഷിക്കുവാൻ ഇടയായി. പ്രിയ ദൈവമക്കളെ, ആ ദൈവത്തിന്റെ നിയോഗം അതായിരുന്നു. അതിന്റെ അകത്തേക്ക് അമ്മ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ അമ്മ പോലും അറിയാതെ ദൈവത്തെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അന്ന് പകൽക്കാലം, ആ വെള്ളിയാഴ്ചയുടെ പകൽക്കാലം ആരാധന കഴിയുന്നതിന് മുമ്പ് സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ അമ്മയെ ദൈവം സഹായിച്ചു. അതിനുശേഷം അമ്മ വരുന്നത് പുതിയൊരു മനുഷ്യയായിട്ടാണ്, പുതിയൊരു സ്ത്രീ ആയിട്ടാണ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ച ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ നിന്ന് 92 ദൈവം അമ്മയെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഓർത്തു, ഞങ്ങളുടെ ജീവിതം ഒന്നും മാറിയില്ല. കാരണം എങ്ങനായിരിക്കും? കാരണം മദ്യപാനിയായ അപ്പൻ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഭയത്തോടെ വീട്ടില്. കാരണം അമ്മയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് ഈ പൈസ വെച്ച് കളിക്കുന്ന ചീട്ടുകളി, അല്ലെങ്കിൽ ചൂതാട്ടം. എന്താന്ന് എനിക്ക് അതിന് പ്രോപ്പറായിട്ട് അറിഞ്ഞുകൂടാ. അത് വെച്ച് കളിച്ചു കഴിയുമ്പോ അച്ഛൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന മുഴുവൻ ഇരട്ടി പൈസ അച്ഛൻ അതിൽ വേസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് അച്ഛൻ പിന്നെ മദ്യപാനത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ അത് അമ്മയെ സംബന്ധിച്ച് അത് സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. കാരണം അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്നെ പോലെ തന്നെ എത്രയോ സ്ത്രീകൾ അവരുടെ വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങൾ കരയുന്ന അവസ്ഥയാ. ആ പൈസ നമുക്ക് വേണ്ട, അതുകൊണ്ടുള്ള ഒന്നും വേണ്ട. അമ്മ അതുകൊണ്ട് എന്തുകൊണ്ട് വാങ്ങിച്ചു വന്നാലും അമ്മ അത് ഉപയോഗിക്കില്ലായിരുന്നു. അന്നേ അമ്മ ആ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാ എന്റെ പിതാവും അങ്ങനെ പെട്ടെന്ന് എന്റെ പിതാവിന് ഒരു വയറുവേദന വരുവാൻ ഇടയായി. അസഹനീയമായ വയറുവേദന. പല വൈദ്യന്മാരിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചിട്ടും കുറയാതെ വന്നപ്പോൾ ലാസ്റ്റ് അമ്മ പറഞ്ഞു, ഒന്നുമില്ലേലും കൈകൊട്ട് പാടുന്നവരാ. എനിക്കറിഞ്ഞുകൂടാ, അവര് പ്രാർത്ഥിച്ച വിശ്വാസമുണ്ട്. നമ്മൾ വിശ്വസിച്ചാൽ മതി, ദൈവം സൗഖ്യമാക്കും. അറിയാവുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ഛനോട് പറഞ്ഞു. അച്ഛനെയും കൊണ്ട് പള്ളിയിൽ പോയി. ദൈവത്തിന്റെ കൃപയാൽ അതൊരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയമാ. ദൈവം അച്ഛനെ തൊട്ടു. ആ തൊട്ട സമയത്ത് തന്നെ ദൈവ ആരാധനയുടെ നടുവിൽ അച്ഛന്റെ പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തു. അച്ഛന്റെ ഹൃദയത്തെ ദൈവം തൊട്ടു. അച്ഛന്റെ വയറിനെ ദൈവം തൊട്ടു. അച്ഛന്റെ രോഗത്തെ ദൈവം തൊട്ടപ്പോൾ അന്തരാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് ക്രിയ ചെയ്യുവാൻ തുടങ്ങി. ആ അപ്പന് തിരിച്ചു വരുന്ന പുതിയ മനുഷ്യനായ. കാരണം അഡിക്റ്റഡായ, മദ്യത്തിന് അഡിക്റ്റായ എന്റെ പിതാവ്, പുകവലിക്ക് അഡിക്റ്റായ എന്റെ പിതാവ്, പിന്നെ അതിനുശേഷം എന്റെ അപ്പൻ ഒരു തീരുമാനമെടുത്തു, എനിക്ക് സ്നാനപ്പെടണം. ദൈവത്തിന്റെ കൃപയാൽ വിതിൻ 7 days എന്റെ അപ്പൻ സ്നാനപ്പെടുവാൻ ഇടയായി. കാരണം ആ 7 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് എന്റെ അപ്പൻ ഒരു മനസ്സാന്തരം എന്റെ കർത്താവ് കൊടുത്തു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ ആ സമാധാനം, പഴയ സമാധാനം, സന്തോഷം കടന്നു വന്നു. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ ഒരു സൈഡില് ഞങ്ങളുടെ തൊട്ടടുത്ത ഞങ്ങളുടെ ബന്ധുമിത്ര
ഉള്ളത്. കാരണം 5 രൂപ ദൂരത്തിലാ, അല്ലെങ്കിൽ 3 രൂപ ദൂരത്തിലാ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉള്ളത്. പക്ഷേ വിശ്വാസത്തിൽ വന്നതിന്റെ പേരില് എല്ലാ പ്രിയപ്പെട്ടവരും 13 വർഷം ഞങ്ങളോട് മിണ്ടാതെ യാതൊരു ബന്ധവുമില്ലാതെ പ്രിയപ്പെട്ടവരെല്ലാം അകന്നു മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിയോ കുടുംബമോ കുഞ്ഞുങ്ങളോ അവിടെ ഉണ്ടെന്ന് അറിയില്ല. അതുപോലത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ കൂടെ ജീവിക്കുവാൻ ഇടയായി. പിന്നെ വല്ലപ്പോഴും കടന്നു വരുന്ന, അതായത് ഈ വയ്യാതിരിക്കുന്ന ഞങ്ങളുടെ അങ്കിള്, എന്റെ അങ്കിള് വല്ലപ്പോഴും, കാരണം അന്ന് വാഹനമില്ല. അത് ഞങ്ങളെ സംബന്ധിച്ച് മരുഭൂമിയിൽ പെയ്യുന്ന ഒരു നീരും അല്ലെങ്കിൽ പെയ്യുന്ന മഴയെ പോലെയാ ഞങ്ങളുടെ അങ്കിള് കടന്നു വരിക എന്ന് പറയുന്നത്. അത് വന്നൊന്ന് കാണുന്നത്, കാരണം ആരെങ്കിലും ഒരാള് നമ്മുടെ ബന്ധം എന്ന് പറയുക ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഞങ്ങൾ ഒത്തിരി കുഞ്ഞുകാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അങ്കിളുമാർ അല്ലെങ്കിൽ ആന്റിമാര് ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുക. എല്ലാ കൂട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ അങ്കിളിനാണെങ്കിൽ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിലും ഞങ്ങൾ കയറി അങ്കിളുടെ മടിയിൽ ഇരിക്കണം. അപ്പോഴും ഞങ്ങൾക്കുള്ളിൽ ഭയമാ, കാരണം ഞങ്ങളുടെ അങ്കിളിന്റെ ബലഹീനത ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇടുമായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ മറവില് ഈ രണ്ട് വ്യക്തികളെ ദൈവം ആ വലിയൊരു തറവാട്ടിൽ നിന്ന് ദൈവം മാറ്റി പുറത്തു കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ. കാരണം അത്രയും ശക്തരായ ഒരു പിതാവായിരുന്നു അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ. കാരണം വളരെ അതിശക്തമായ രീതിയിൽ അവരുടേതായ കാര്യങ്ങളിൽ വളരെ ശക്തനായ, എന്താ പറഞ്ഞ്, കൃത്യനിഷ്ഠയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്റെ ഗ്രാൻഡ് ഫാദർ. പക്ഷെ അതൊന്നുമല്ല എന്റെ വിഷയം. പക്ഷെ ദൈവം അതിന്റെ നടുവിലാ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. എന്റെ അമ്മയെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. കാരണം ബന്ധുക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ എന്റെ അപ്പനും അമ്മയും എന്ത് ചെയ്യുന്നറിയാം? എന്റെ അമ്മ സ്പെഷ്യലി മറ്റുള്ളതെല്ലാം ചപ്പും ചവറും എന്ന് എണ്ണിക്കൊണ്ട്, എന്റെ മാതാവ് വളരെ കഠിനാധ്വാനിയായിരുന്നു. ഞങ്ങളെ രണ്ടുപേരെ പോറ്റാൻ വേണ്ടി എടുക്കാത്ത ജോലികളില്ല. സകല ജോലികളും ചെയ്ത്, നിത്യവേതനത്തിന് വേണ്ടി കിട്ടുന്ന സകല ജോലികളും ചെയ്ത് ഞങ്ങളെ പോറ്റുവാനും പുലർത്തുവാനും എന്റെ അമ്മ, ഞങ്ങളുടെ കുഞ്ഞു പ്രായങ്ങളില് എന്റെ മാതാപിതാക്കൾ പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ പട്ടിണി കിടക്കാതെ ഞങ്ങളെ നോക്കുവാൻ വേണ്ടി എന്റെ അമ്മ ശരിക്കും അഹോരാത്രം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്റെ പിതാവും. അതുപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മ രാത്രി കാലങ്ങളില് ഒരു ജോഡി തുണി വിറകിന്റെ, അതായത് തീയുടെ ചുവട്ടിൽ ഇരുന്ന് പതുങ്ങിയിരുന്ന് അവിടെ ഇരുന്ന് പകുതി തുണികൾ ഉണക്കി ഉണക്കി വസ്ത്രം ധരിക്കുന്ന അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഉണക്കി തരുന്ന അവസ്ഥകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കൃപയാ, നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്ന് ഞങ്ങൾ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, വന്ന വഴികൾ ഓർത്തു കഴിഞ്ഞാ ഞങ്ങൾ നന്ദിയില്ലാതെ, കണ്ണു നിറയാതെ ദൈവത്തിനോട് പറയുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താ മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. കാരണം ഇന്ന് ഞങ്ങളുടെ അൽമാരകൾ നിറയാതെ വണ്ണം ദൈവം ഞങ്ങളെ മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ദൈവം ആർക്ക് കടക്കാരനല്ല. ആദ്യം ഒരു രാജ്യവും നീതിയും അന്വേഷിക്കുക, അതിനോടൊപ്പം സകലത നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ബാങ്കിൽ കോടികളോ ഒന്നും കണ്ടെന്ന് വരത്തില്ല. പക്ഷെ അത് വേണ്ട പ്രിയപ്പെട്ടവരെ. നമുക്ക് അന്നുള്ളത് ദൈവം മാന്യമായി നമ്മളെ പോറ്റി പുലർത്താൻ മതിയായ ദൈവമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അത് എന്റെ ജീവിതത്തിന്റെ തെളിവാ. അങ്ങനെ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വലിയ കുഴപ്പമില്ല, പൊത്തുപുരത്ത ഒരു വിശ്വാസം. പക്ഷേ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയം എന്റെ സ്കൂളിലാണെങ്കിൽ 1000 1500 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്, ഒരു മാനേജ്മെന്റ് സ്കൂളാ. കാരണം അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയാ, വേറൊന്നുമല്ല. കാരണം കാതിലില്ല, കഴുത്തിലില്ല, ഒന്നുമേ ഇല്ല. അങ്ങനെ ഒരു, അവരുടെ ഭാഷയിൽ പറഞ്ഞ പിറന്ന പെടി പോകുന്ന ഒരു പെൺകൊച്ചെന്ന് അവര് പറയുന്നത്. അപ്പൊ ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്റെ സോ കോൾഡ് ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കുമ്പോ ഞാൻ ഒരു പൊട്ടിയെ പോലെ ഞാൻ ഇരുന്ന് ചിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, അതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെയാ എനിക്ക് മനസ്സിലായത്, അമ്പടാ ഇവര് പറയുന്നത് ഇതാണല്ലോ. അപ്പൊ തന്നെ ഞാൻ പോലും അറിയാതെ ഈ പ്രസ്ഥാനത്തോട്, അല്ലെങ്കിൽ
ആ യേശുവിനോട് എനിക്ക് ഞാൻ പോലും അറിയാതെ ഒരു വെറുപ്പ് എൻ്റെ ഉള്ളിനുള്ളിൽ വരുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ അമ്മയോട് പതുക്കെയും കാണാതെയും പതുങ്ങിയും ഒക്കെ പറയുവാൻ തുടങ്ങി, ചോദിക്കുവാൻ തുടങ്ങി. അമ്മേ, എന്തോരം പ്രസ്ഥാനങ്ങളുണ്ട്, യേശുവിനെ ആരാധിക്കുന്ന എത്ര പ്രസ്ഥാനങ്ങളുണ്ട്. എന്തുകൊണ്ട് അതിലേക്ക് ചേർന്നില്ലമ്മ? എന്തിനാ ഇതിൽ പോയത് കൊണ്ടല്ലേ ഞങ്ങൾ നാണം കിടന്നെ? അമ്മ രാവിലെ പണിക്ക് പോവും, അമ്മയൊന്നും അറിയണ്ട. പക്ഷെ സ്കൂളിൽ പോയി നാണം കിടന്ന്, കാരണം അതേ സ്കൂളിലാണ്, അതേ ക്ലാസ്സുകളിലാണ് എന്റെ കസിൻസ് ഒക്കെ പഠിക്കുന്നത്. പക്ഷെ അവരെന്റെ കസിൻസ് ഒക്കെ അവര് സോ കോൾഡ് എന്താ പറയുന്നേ, ആ ജാതിയുടെ പേര് കൊണ്ട് വഹിച്ചു നടക്കുന്ന ആൾക്കാരാ. അപ്പൊ അവര് എന്റെ ഫ്രണ്ട്സിനോട് വന്ന് മിണ്ടും, പക്ഷെ എന്നോട് മിണ്ടത്തില്ല. അത്രയ്ക്ക് എന്നെ എത്രമാത്രം എവിടൊക്കെ ഒറ്റപ്പെടുത്താവോ അവിടൊക്കെ നിറത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, ഈ സകലത്തിന്റെ പേരിലും എന്നെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോ ഞാൻ യേശു കർത്താവിനെ ഞാൻ തള്ളി പറയുന്ന ഒരു പത്രോസിനെ പോലെ ഞാനായി. ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വെറുക്കുവാൻ ഇടയായി. കാരണം എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നല്ല കുട്ടിയാ. പതുങ്ങിയ ഒരു സ്വഭാവമുള്ള, അനുസരണമുള്ള ഒരു കുഞ്ഞ്. ആരോടും പ്രതികരിക്കാത്ത സ്നേഹമുള്ള കുഞ്ഞ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലാകം എരിയുന്ന ഒരു നെരിപ്പോട് പോലെയായി ഞാൻ കടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ അനിയത്തിയും സെയിം സ്കൂളിൽ പഠിക്കുന്നു. അവൾ എന്നെക്കാട്ടിയും 3.5 വയസ്സിന് ഗ്യാപ്പ് ഉണ്ടല്ലോ. ഒരമ്മയെ പോലെ അവൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്തു കൊടുക്കുന്നത്. കാരണം ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ജോലിക്ക് പോകുന്ന ഒരമ്മ. അതിനുശേഷം അവള് നഴ്സറി തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ചെറുപ്രായത്തിലെ ഉത്തരവാദിത്വം എന്റെ ഷോൾഡറിന്റെ മേൽ എന്ന് പറഞ്ഞ പോലെ എന്റെ മേൽ അമ്മ എന്നെ ഏൽപ്പിച്ചു. മോനെ, നീയാണ് നോക്കേണ്ടത്, നീയാണ് കുടുംബം. കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോണം, ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആ ഒരു ഉത്തരവാദിത്വം അതൊക്കെ ഞാൻ മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് പോകുന്ന ആ സമയത്ത് പെട്ടെന്ന് എന്റെ ഹൈസ്കൂൾ, ഞാൻ ഒരു ആവറേജ് വിദ്യാർത്ഥിയാണ്, അല്ലാതെ വലിയ സ്മാർട്ടായ ഒരു വിദ്യാർത്ഥിയൊന്നുമല്ല. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ രീതി. അവള് സകല മണ്ഡലങ്ങളിലും, ആത്മീക ഭൗതിക സകല മണ്ഡലങ്ങളിലും സർവകലാ വല്ലഭയായ ഒരു സഹോദരി. അപ്പൊ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് തന്നെ ക്വസ്റ്റ്യൻ അവര് ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഓരോ അപ്പന്റെ അമ്മയുടെ മക്കളല്ലേ, ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചേ? അവിടെ മനുഷ്യന്. അപ്പൊ ഞാൻ മനസ്സിലോർത്തു, ദൈവമേ, ജോസഫിന്റെ അതേ സെയിം അവസ്ഥ. സഹോദരന്മാര് ജോസഫിനിട്ട് പണി കൊടുത്ത പോലെ തന്നെ എന്റെ അനീതി തന്നെയാണല്ലോ എനിക്ക് പണി തരുന്ന കർത്താവ്. കാരണം ആദ്യ പരീക്ഷ പേപ്പർ വരുമ്പോ പേടി, അവൾ എല്ലാത്തിനും നല്ല മാർക്ക് ജയിക്കും. ഞാനാണെങ്കിൽ ഇംഗ്ലീഷിനും ഹിന്ദിക്കും ഒക്കെ 8 നില പൊട്ടി. ഞാൻ ഇങ്ങനെ പേടിച്ച് ഭയപ്പെട്ട് പുസ്തകത്തിന്റെ അടിയിലും, പുസ്തക പേപ്പർ പൊതിയുന്ന കവറിന്റെ അടിയിലെല്ലാം പരീക്ഷ പേപ്പർ പാത്ത് വെച്ച് സൈൻ ഇടിപ്പിക്കണമല്ലോ. അങ്ങനെ അമ്മ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് അമ്മയെ കൊണ്ട് ഇടിപ്പിക്കും. പക്ഷെ അത് എപ്പോഴും ഏത് സമയം പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ടിൽ ഒപ്പിടാൻ വരുന്ന അമ്മയായിരിക്കും. ആ സമയത്ത് എനിക്കിട്ട് കിട്ടുകയും ചെയ്യും. അതിലൊരു ഒരു ദയ അമ്മ കാണിക്കാറില്ല പബ്ലിക്കിന്. കാരണം അമ്മയുടെ മുമ്പിൽ അമ്മ ശരിയാണ്. കാരണം അന്നത്തെ അമ്മയുടെ അറിവനുസരിച്ച് അമ്മ കഷ്ടപ്പെടുന്നത് ഞങ്ങളെ നല്ലൊരു നിലയിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു രീതിയിലാണ് അമ്മ ഞങ്ങളെ നോക്കുന്നേ. അതപ്പോ അമ്മയുടെ റൈറ്റില് പഠിച്ചാൽ മാത്രം മതി. പക്ഷെ ആ സമയമൊക്കെ എന്റെ ഹൃദയം മുറിയുന്നതോ അതൊന്നും അമ്മയ്ക്ക് വിഷയമല്ല. അങ്ങനെ ആ വേദനിച്ച് വേദനിച്ച് അങ്ങനെ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ വൺ ഓഫ് മൈ ടീച്ചർ, എന്റെ ഒരു ക്ലാസ് ടീച്ചർ എന്റെ അമ്മയോട് പറഞ്ഞു ഒരു പ്രാവശ്യം, എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥകളിലല്ല ഞാൻ എന്റെ ജീവിതം തന്നെ നശിപ്പിക്കാം എന്നുള്ള ഒരു തലത്തിലേക്ക് ഞാൻ വന്നു. ഈ ലോകത്തെ ജീവിക്കണ്ട, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആ പ്രായത്തിൻ്റെതായ ചിന്തകളിൽ കൂടെ ഞാൻ അങ്ങനെ കടന്നുപോയി. എന്റെ പിതാവ് ഇൻ ബിറ്റ്വീൻ, അപ്പൻ പിന്നെയും ആ ഒരു ഇതിലേക്ക് പോയി. മദ്യപാനമില്ല, പുകവലിയില്ല, പക്ഷെ പതുക്കെ പതുക്കെ ചീട്ട് കളിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കൊക്കെ പിന്നെയും എന്റെ അപ്പൻ വഴുതി പോകുന്ന ഇടയ്ക്ക്. പള്ളിയിലൊക്കെ പോകും, അത് വേറെ കാര്യം. പക്ഷെ സമയം കിട്ടുമ്പം എന്റെ അപ്പൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. അത് പിന്നെയും ഞങ്ങളുടെ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായി. എങ്കിൽ ഒറ്റ ഞായറാഴ്ച മുടക്കത്തില്ല, അതൊക്കെ ശരിയാണ്. അപ്പൊ രാത്രി മുഴുവൻ വഴക്കാ. കാരണം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ അച്ഛനെ തേടി രാത്രി മുഴുവൻ, അച്ഛൻ എവിടെ പോയിരിക്കുന്നു അവിടെ നിന്ന് പോയി അച്ഛനെ പൊക്കും. പോലീസിന്റെ പരിപാടി അമ്മ ചെയ്തുകൊണ്ട് എടുത്തോണ്ട് വരുന്നു. അതിനുശേഷം പിന്നെയും ഭയങ്കര പ്രശ്നം. വീട്ടിൽ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങള്. അതിപ്പോ രാവിലെ ഞങ്ങളാ സ്കൂളിൽ പോകണ്ടേ. അതിപ്പോ രാവിലെ ഞങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയിലാ. അപ്പൊ ആ കോളനി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും, ആ തലത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു പ്ലേസാ. അപ്പൊ രാവിലെ ആകുമ്പോഴത്തേക്ക് ഡിസ്കഷൻ ഇതായിരിക്കും. ആ
ഇന്നയാളുടെ വീട്ടിൽ ഇന്ന സംഭവം അതെയോ അത് പിന്നെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് വല്ലാത്തൊരു അവസ്ഥ. പിന്നെ സ്കൂളിലേക്ക് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഈ ന്യൂസ് സ്കൂളിൽ ചെല്ലും. പിന്നെ അവിടെ കുട്ടികളുടേതാണെങ്കിൽ വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷെ അവരറിയുന്നത് വെച്ച് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഭയങ്കര മെന്റലി എന്നെ ഒത്തിരി ടോർച്ചർ ചെയ്തു. പക്ഷേ ആ സമയത്ത് ആ ടീച്ചർ എന്നെ ഒത്തിരി മെന്റലി എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നെ കൗൺസിലിംഗ് ചെയ്ത് എന്നെ പുറത്ത് കൊണ്ടുവന്നു. എന്റെ അമ്മയോട് ഒരു ദിവസം ആ ടീച്ചർ ഇപ്രകാരം പറഞ്ഞു. എന്റെ അമ്മയുടെ പേര് വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. നീ വിഷമിക്കേണ്ട. കാരണം ഇവളെ എന്നെ ഏൽപ്പിക്ക്. ഞാൻ ഇവളെ 10ാം ക്ലാസ് നല്ല മാർക്കോടെ ഞാൻ ഇവളെ ജയിപ്പിച്ച് തരാം. ഇവളെ +2 ഇവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഇവളെ ഞാൻ ഒരു അമ്മയെ പോലെ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം. ഒരു കത്തോലിക്കക്കാരിയായ ഒരു ടീച്ചറായിരുന്നു. ആഹ് അത് പക്ഷേ അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഈവൻ അതിനുശേഷം എന്താണെന്ന് അറിയില്ല. ദൈവിക പദ്ധതിക്കകത്തുള്ളത് കൊണ്ടായിരിക്കാം അതിനുശേഷം എന്റെ അമ്മ എന്റെ പുറകെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് പോയി. എന്റെ അനിയത്തിയും നന്നായി പഠിക്കുന്നു. അവള് മിടുക്കിയായി. എല്ലാ കാര്യത്തിലും അവള് മിടുക്കിയായി മുന്നോട്ട് വരുന്നു. ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ പോകുന്നു. അവൾ അങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ 2023 ഞാന് സ്നാനപ്പെട്ടു. അതിന്റെ ഇടയിലൊക്കെ ആരൊക്കെ ആലയത്തിൽ വന്നാലും ദൂ പ്രവാചകന്മാര് വന്നാലും പ്രവാചികമാര് വന്നാലും കറക്റ്റ് വന്ന് എന്നോട് തന്നെ ഒരു ദൂതം കാണും, നീ കർത്താവിന്റെ വേലയ്ക്ക്. അത് കേൾക്കുമ്പോഴേ എനിക്ക് വരാത്ത ദേഷ്യമില്ല പ്രിയ ദൈവമക്കളെ. പക്ഷേ അതിനു മുന്നേ ഞാൻ അവരോടൊക്കെ നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം എന്നോട് സംസാരിക്കട്ടെ. ഞാൻ മിനിസ്ട്രിക്ക് പോകാനുള്ളവളല്ല. കാരണം എനിക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. എന്റെ മാതാപിതാക്കളെ നോക്കണം, എനിക്കൊരു ഭവനം വേണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടവളാ. ഒരു കുടുംബത്തിന് വലിയൊരു ഭാരം എന്റെ മേലുള്ളവളാ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട, നിങ്ങൾ വേറെ ആരോടെങ്കിലും പറ. നിങ്ങൾക്ക് അല്ലേലും ഉള്ളതാ ഈ പാവപ്പെട്ടവരുടെ മക്കളെ കാണുമ്പോൾ ഒരു ദൂത് പറച്ചില്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരോടും. അവരും എപ്പോഴും പറഞ്ഞു, മോളെ നിന്റെ പ്രായത്തിന്റെയാ, ഇല്ല നീ പെട്ടകം ചുമക്കേണ്ടവളാ, നീ പെട്ടകത്തിന്റെ അകത്ത് കയറുക തന്നെ ചെയ്യും. ഞാൻ തർക്കിച്ചിട്ടുണ്ട്. നോ, ഒരിക്കലുമില്ല. കാരണം അൺടിൽ ആൻഡ് അൺലെസ് എന്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാതെ ഞാൻ കേറത്തില്ല എന്ന് തന്നെ ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞ് ഞാൻ കരയിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി എന്റെ മേൽ കിടക്കുന്നത് കൊണ്ട്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്റെ പിതാവ് എന്നെ കണ്ടത് കൊണ്ട് 2003 10ാം ക്ലാസ് കാര്യത്തിൽ ഞാൻ ജയിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മാർക്കോടെ ഞാൻ ജയിച്ചു. പക്ഷേ അന്ന് 2003 കേരളത്തിൽ ഡെങ്കിപ്പനി പടർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളാ. ആ സമയത്ത് കണ്ണൂർ ജില്ലയിൽ 1-2 കേസേ ഉള്ളൂ. അതിലൊരു കേസ് എന്റേതായിരുന്നു. കാരണം ഒരാഴ്ചയോളം അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്ന് രോഗം മനസ്സിലാകാതെ വൈറൽ ഫീവറിന് ചികിത്സിച്ച് എന്നെ ഡിസ്ചാർജ് ചെയ്ത് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് രാത്രി ഒരാഴ്ച ഇല്ലാത്തത് കൊണ്ട് എന്റെ അമ്മ ഓടി നടന്ന് അനിയത്തിക്കും പിതാവിനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എന്നെ കുളിപ്പിച്ച് അവിടെ കിടത്തിയേച്ച് പോയ അമ്മ എന്റെ ഭക്ഷണം കഴിക്കാൻ മണിക്കൂറുകൾക്ക് ശേഷം എന്നെ വന്ന് വിളിച്ചപ്പോൾ ശരീരം മുഴുവൻ വീർത്ത് നീര് വെച്ച് ഏത് സമയം രക്തം പൊടിയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്റെ ശരീരമൊക്കെ ആയി ഞാൻ അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ. വിളിച്ചിട്ട് ബോധമില്ല, അർദ്ധമായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുക. ആ സമയത്ത് എന്റെ മാതാവ് പെട്ടെന്ന് വണ്ടി വിളിച്ച് ഞങ്ങളെ വേഗം വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ആംബുലൻസിൽ നിന്ന് തന്നെ ഐസിയുലേക്ക് ഇറക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം മെഡിക്കലി ഈ കുഞ്ഞിനെ സംഭവിക്കാനുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഈ കുട്ടി ഇരിക്കുന്നത്. ഇനി എന്ത് നിങ്ങള് ദൈവത്തെ സേവിക്കുന്നവരല്ലേ, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ വിളിച്ചിറക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഹിന്ദു ഡോക്ടർ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ വിളിച്ചിറക്കുക, എന്നാൽ ഈ കുട്ടിയെ രക്ഷിക്കാമെന്ന്. വെറും 15 വയസ്സുള്ള ഞാൻ, എന്നെ അന്ന് കിട്ടുമോ കിട്ടില്ല എന്നുള്ള ഒരു തരത്തിലാ ഡോക്ടേഴ്സ് വിധി എഴുതി. പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു മെഡിസിൻ ഉണ്ട്, ആ മെഡിസിൻ അത് ഫ്ലൈറ്റിൽ കൊണ്ടുവരണം. ആര് കൊണ്ടുവരും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി ആ മെഡിസിൻ ഇവിടെ എത്തിച്ചു. അപ്പോ ആ മെഡിസിനേതായ ചില സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് പിന്നീടാ ഡോക്ടർ പറയുന്നത്. അങ്ങനെ 3 ദിവസം ഞാൻ ഐസിയുൽ മരണത്തോട് ഞാൻ മല്ലടിച്ചു. 3ാമത്തെ ദിവസം വൈകുന്നേരം ഞാൻ ബോധം വന്നു. കാരണം എന്റെ ബ്ലഡ് എല്ലാം മാറ്റി, എന്റെ പിതാവിന്റെ ബ്ലഡ് എന്റെ ശരീരത്തിലേക്ക് ബോട്ടിലുകൾ മാറ്റി മാറ്റി കയറ്റി. അങ്ങനെ ഞാൻ എന്റെ 3ാമത്തെ ദിവസം സുബോധത്തിലേക്ക് മടങ്ങി വന്നു. അന്നേരപ്പോ ഞാന് അകത്ത് എനിക്ക് ബോധമുണ്ട്. ഞാൻ അപ്പൊ എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു, അപ്പാ ഞാനിപ്പം പോന്നു കഴിഞ്ഞാ ഞാൻ ഇങ്ങ് വിധത്തിൽ എന്നോട് ക്ഷമിക്കണേ.
ഞാൻ പറഞ്ഞതെല്ലാം എന്നോട് ക്ഷമിക്കണം സ്വർഗമേ. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ചാൻസ് തന്നാ ഞാൻ കർത്താവേ അങ്ങേക്ക് വേണ്ടി ഇറങ്ങിക്കോളാം. അന്ന് ഞാൻ വാക്കൊക്കെ പറഞ്ഞ് ദൈവം എന്തായാലും കൊള്ളാം എന്നെ അവിടെ നിന്ന് വിടുവിച്ചു. 4-ാമത്തെ ദിവസം ഡോക്ടർ 30,000 കൗണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കയറുന്ന സമയത്ത് 30,000 ബ്ലഡ് കൗണ്ടിൽ നിന്ന് ദൈവം എന്നെ സൗഖ്യമാക്കിയപ്പോൾ 2,00,000 കൗണ്ടുമായിട്ട് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ഭവനത്തിൽ വന്നു. അത് മിറാക്കിൾസ്ലി ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. അന്ന് ഞങ്ങൾ ദൈവത്തിന്റെ അത്ഭുതകരം ഞങ്ങൾ അവിടെ രുചിച്ചറിഞ്ഞു. ഞാൻ പിന്നെ അതൊക്കെ മറന്നു കേട്ടോ. എനിക്ക് ഒത്തിരി മുടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ആഫ്റ്റർ ആ മെഡിസിന്റെ സൈഡ് എഫക്ട് കാരണം എന്റെ മുടിയെല്ലാം കൊഴിഞ്ഞ ഒരു കീമോ കഴിഞ്ഞ ഒരു പേഷ്യന്റിനെ പോലെയാണ് ഞാൻ 2 മന്ത്സ് കഴിഞ്ഞിട്ട് പുതിയ +1 ക്ലാസ്സിലേക്ക് പോയപ്പോൾ എന്നെ പരിചയമുള്ള കുട്ടികൾക്ക് ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ ആദ്യത്തെ 2 മാസം ഇതുപോലെ ഒരു സ്കാർഫ് കെട്ടിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ പോലും അറിയാതെ മുടി കൊഴിഞ്ഞു പോന്നു. അതൊക്കെ എന്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുവാൻ ഇടയായി. കാരണം അതൊക്കെ എന്റെ ഒരു ബൂസ്റ്റ് ചെയ്യുന്ന, ഞാൻ ആകെ ബൂസ്റ്റ് ചെയ്യുന്ന 1, 2 കാര്യങ്ങളിൽ ഒരു കാര്യമായിരുന്നു എന്റെ മുടിയൊക്കെ. പക്ഷേ ദൈവം അവിടെ തൊട്ടു. പക്ഷേ പിന്നെ പതുക്കെ പതുക്കെ ദൈവം എന്നെ പഠിപ്പിച്ചു, ഇതിലൊന്നും കാര്യമില്ല കുഞ്ഞെ. അതൊക്കെ പതുക്കെ പതുക്കെ പിന്നെ പോയതുപോലെയൊക്കെ ആ പഴയതുപോലെ വന്നില്ലെങ്കിൽ അത്യാവശ്യമൊക്കെ ഉള്ളത് ദൈവം തന്നു. അങ്ങനെ മുന്നോട്ട് പോയി. +2 കഴിഞ്ഞു. +2ന്റെ കാര്യം ഇതുപോലൊക്കെ തന്നെ 6 വിഷയത്തിലും ഞാൻ തേർഡ് ഗ്രൂപ്പാണ് എടുത്തത്. ആ സമയത്ത് +1 +2 ആ കേരളത്തില് 2003 കാലഘട്ടത്തില് ആദ്യമായിട്ട് വരുന്ന സമയങ്ങളാ. അത് ഇംഗ്ലീഷില് പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് മലയാളം മീഡിയത്തിൽ 10 വർഷം പഠിച്ചു പോയ സാധാരണ പിള്ളേരെ സംബന്ധിച്ച് അത് ഭയങ്കര പാട്. എന്നെ പോലുള്ളവര് ശരിക്കും വെള്ളം കുടിച്ചൊരു സാഹചര്യം. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ മക്കളെ, ദൈവത്താൽ കഴിയാത്ത ഒന്നും ഇല്ല കേട്ടോ. കാരണം അതില് ഈ ആന്റി അല്ലെങ്കിൽ ചേച്ചി നിങ്ങളുടെ മുന്നിൽ ഒരു സാക്ഷിയായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, ഈ കൊച്ചിനെ, എന്റെ അമ്മയെ വിളിച്ചിട്ട് എന്റെ ടീച്ചേഴ്സ് പറഞ്ഞു, എന്റെ പ്രിയ സഹോദരി നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോക്കോ, നിങ്ങൾ പണിയെടുക്കുന്ന ജോലി സ്ഥലത്ത് ഇവളെയും കൂടെ ട്രെയിൻ ചെയ്യിപ്പിക്കും, നിങ്ങൾക്ക് അത് ഉപകാരമാകും, ആരോഗ്യമുള്ള കൊച്ചല്ലേ, ഉപകാരമാകും എന്ന് പറഞ്ഞെടുത്ത് ഞാൻ അന്ന് എന്റെ സ്കൂൾ ജീവിതത്തില് ആദ്യമായിട്ട് എന്റെ ഒരു അധ്യാപകനോട് ഞാൻ ഷൗട്ട് ചെയ്തു. ഞാൻ എന്റെ അധ്യാപകനോട് മുഖത്ത് നോക്കി പറഞ്ഞു, ഷട്ട് യുവർ മൗത്ത്. മലയാളത്തിലാ പറഞ്ഞേ. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ എന്റെ അമ്മയോട് ഒരു വാക്ക് നിങ്ങൾ മിണ്ടിപ്പോരുത്. കാരണം എന്റെ അമ്മയുടെ വേദന എനിക്കറിയാം. ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പഠിച്ച് ഞാൻ ജയിച്ചേ ഞാൻ ഇറങ്ങുള്ളൂ. അത് ഞാൻ നിങ്ങളോട് തരുന്ന വാക്കാ, ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ്, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ പുറമേയുള്ളൂ, അത് ഒരു സാറിനോട്, അത് ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും സ്ട്രോങ് ആയ ഒരു സാറിനോട് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞേച്ച് ഞാൻ അമ്മയും വിളിച്ചേച്ച് പോയി. കാരണം എന്റെ എന്റെ പേഴ്സണലി ഞങ്ങൾ ഒത്തിരി ക്ലോസ്ലി അറിയുന്ന ഒരു സാറായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പാള്. ആ സാറിന്റെ കോട്ടയിലാണ് എനിക്ക് മാനേജ്മെന്റ് കോട്ടയിൽ എനിക്ക് സീറ്റ് പോലും കിട്ടിയത്. അപ്പൊ ആ സാറിനെയും അഫക്ട് ചെയ്യാൻ പാടില്ലല്ലോ. ആ ഒരു തന്റെ ഇടത്തിൽ ഞാൻ പറയുവാനിടയായി. അത്ഭുതം എന്ന് പറയട്ടെ, ഓരോ +2ന്റെ ലാസ്റ്റ് എക്സാം വരെയും ഞാൻ ജയിച്ചത് 5 സബ്ജക്റ്റിന് ഞാൻ തോക്കും. 8 നിലയിൽ ഞാൻ പൊട്ടുമായിരുന്നു. ഒൺലി മലയാളം സബ്ജക്റ്റിന് 90 മാർക്ക് കിട്ടും. ബാക്കി എല്ലാത്തിനും 15, 20 അങ്ങനത്തെ മാർക്കുകൾ മേടിച്ച് ഞാന് +2 പരീക്ഷയില് ഫസ്റ്റ് ക്ലാസ്സിന് 2 മാർക്ക് കുറവോട് കൂടെ ഞാൻ ജയിക്കുവാനിടയായി. പ്രിയ മക്കളെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജയമൊന്നും ഒരു വിഷയമല്ല കേട്ടോ. ഒരിക്കൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റിട്ടുണ്ടാകാം. അതൊന്നും ഒരു വിഷയമല്ല പ്രിയ മക്കളെ. കാരണം ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ദൈവം നിന്റെ ബുദ്ധിയെ തുറക്കും. നിന്റെ ജ്ഞാനം തരുന്ന ദൈവമാ. നിന്റെ ഓർമ്മയെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. കാരണം മനുഷ്യര് നിന്നെ നോക്കി ചിലപ്പോൾ വിധി എഴുതും. നിന്റെ അധ്യാപകർ നിന്നെ നോക്കി വിധി എഴുതും. ഒന്നിനും കൊള്ളാത്തവര്, അല്ലെങ്കിൽ പൊട്ടനോ പൊട്ടിന്നൊക്കെ അവരുടെ ഭാഷയിൽ അവര് വിളിക്കും. പക്ഷെ ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു മോനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക്, ദൈവത്തിന്റെ പ്ലാൻ അതിൽ നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഒരു തെളിവാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ സാക്ഷ്യം പറയുന്നത് പ്രിയ കുഞ്ഞുങ്ങളെ. അതുപോലെ ഞാൻ അങ്ങനെ കഴിഞ്ഞു. ഞാന് എന്റെ 6 വയസ്സ് തൊട്ട് 1-ാം ക്ലാസ് തൊട്ട് ആര് ചോദിച്ചാലും ഞാൻ പറയും, എനിക്ക് നഴ്സിംഗ് പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഫഷനാ. എനിക്ക് നഴ്സുമാരെ, കാരണം മറ്റുള്ളവരെ സേവിക്കുക അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു പ്രൊഫഷനാ. അതിന്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ ഒറ്റൊരു ഇതേ ഉള്ളൂ, മറ്റുള്ളവരെ സഹായിക്കുക, സേവിക്കുക, അതാണ് എന്റേത്. അപ്പം ഞാൻ പറയുമ്പോ ഞാൻ പറയും, എനിക്കൊരു നേഴ്സ് ആവണം. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയമാ. കാരണം എന്റെ സഭയിൽ നിന്ന് തന്നെ എനിക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്നു. കാരണം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സന്തോഷത്തിൽ മറ്റു കാര്യങ്ങളല്ലാതെ എന്റെ അമ്മയെ കൊണ്ട് അപ്പനെ കൊണ്ട് കൂടിയാ കൂടത്തില്ല. ആ പിന്നെ അങ്ങനെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് 2005 ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു എന്നുള്ളത്. അവള് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി.
കാരണം ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന 13 വർഷങ്ങൾക്ക് ശേഷം എന്റെ അനിയത്തി 2005 ജൂലൈ മാസം എന്റെ എന്റെ കണ്ണിൻ മുൻപിൽ നിന്ന് അവള് പൊള്ളി ഈ ലോകത്തുനിന്ന് അവള് തന്നെ സൂയിസൈഡ് ചെയ്തതാണ്. അവള് എണ്ണ ഒഴിച്ച് അവൾ അങ്ങനെ അങ്ങ് ബേൺ ആയി. എന്റെ മുന്നിൽ കൂടെ തന്നെ ഈ ലോകം നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാനിടയായി. അത് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പിടിച്ചുലച്ച ഒരു സംഭവം. ലോകം മുഴുവൻ ഞങ്ങളോട് ചോദിച്ചു, ക്വസ്റ്റ്യൻ മാർക്കായി ലോകത്തിന് മുമ്പേ, സഭയുടെ മുമ്പേ, ദേശത്തിന്റെ മുമ്പേ ഞങ്ങളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി നിന്നപ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചു, അപ്പ അന്ന് എന്റെ സഹോദരിക്ക് അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ എന്റെ വേദപുസ്തകം ഞാൻ ഉയർത്തി കാണിക്കുന്ന ഈ വേദപുസ്തകം ഞാൻ എടുത്തു എറിഞ്ഞു. കാരണം വലിച്ചു കീറാൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം നടുക്കാ ഞാൻ എനിക്ക് അന്ന് പറ്റുന്നില്ല. ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞു. അന്നേരത്തേക്ക് ആൾക്കാരെല്ലാം ഓടി വന്നു. ബഹളം കേട്ടിട്ട് അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞത് ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ അടിയിലേക്കാ എന്റെ വേദപുസ്തകം പോകുന്നത്. ആ സമയത്ത് തന്നെ എന്റെ സഹോദരി അവര് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് എന്റെ സഹോദരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ 90% പുള്ളി വെന്ത ശരീരവുമായി എവിടെ പിടിക്കണമെന്നറിയാതെ അവർ കൊണ്ടുപോകുന്ന സമയത്ത് വീട് മുഴുവൻ തീപ്പന്തമായി ഇരിക്കുകയാണ്. കാരണം അടുക്കളയിൽ നിന്ന് സംഭവിച്ചത്, വീടിന്റെ അകത്ത് 2 റൂമാ, അത് തിന്നവരെ കട്ടനും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കത്തി ആൾക്കാർ നോക്കുമ്പോൾ മൊത്തം തീയായിട്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്റെ സഹോദരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആർക്കാ സംഭവിച്ചേ, ഇതെങ്ങനാ സംഭവിച്ചതെന്നും ലോകക്കാര് വളരെ വേറെ പലതും പറഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞേ, ഇന്ന് നീ തകർന്നിരിക്കുകയാണെങ്കിൽ, ഇന്ന് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ, ആ ക്വസ്റ്റ്യൻ മാർക്കിനെ ആശ്ചര്യചിഹ്നമാക്കി മാറ്റുവാ എനിക്ക് കഴിയും. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ സങ്കടപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാനാകുന്നവൻ, ഞാനാകുന്നവൻ, ഞാനാകുന്നവൻ. അവന് മാറ്റമില്ല കുഞ്ഞേ. എന്റെ ഇമ്പമേറിയ ശബ്ദം തന്ന് കേൾപ്പിച്ച് എന്നെ ഉറപ്പിച്ച ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നത്. അതുകൊണ്ട് ലെവലേശം ലജ്ജയില്ലാതെ എനിക്ക് പറയുവാൻ കഴിയും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിനക്ക് അത് പറയാതിരുന്നുകൂടെ? പക്ഷേ അത് പറഞ്ഞില്ല എങ്കിൽ എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം പൂർത്തീകരിക്കത്തില്ല. കാരണം അതാണ് എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. എന്റെ സഹോദരിയുടെ വിയോഗമാണ്. കാരണം ഞാൻ ഓർക്കാപ്പുറത്ത് എന്റെ ജീവിതത്തില് ഞാൻ എവിടെയൊക്കെ ആശ വെച്ചുവോ, ആ ആശകളെല്ലാം സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ നിന്ന് നീക്കി മാറ്റി, തുടച്ചു മാറ്റി. ഒരു ഓർമ്മ പോലും വെക്കാതെ എന്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ഇടയായി. ഞാൻ എന്തിലൊക്കെ ബൂസ്റ്റ് ചെയ്തുവോ അതെല്ലാം എന്നിൽ നിന്ന് മാറ്റി എന്നെ വെറും ഒരു ശൂന്യതയിലേക്ക്, ഒരു ബിഗ് സീറോയിലേക്ക് എന്നെ കൊണ്ടുവന്നു. അപ്പനല്ലാതെ ആശ്രയം വേറെ ആരുമില്ലെന്നുള്ള കാര്യം 2005 എന്റെ ദൈവം എന്നെ പഠിപ്പിച്ചു. വെറും 18 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നിരിക്കുന്ന മാതാപിതാക്കൾ ലോകത്തിന്റെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ, ദേശത്തിന്റെ മുമ്പിൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയാതിരുന്ന സ്ഥാനത്തോ ദൈവം എന്നെ തട്ടി ഉണർത്തി. ഒരു ദിവസം 6 മാസം എന്റെ അനിയത്തി മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോ കരയുവാൻ പോലും നിവൃത്തിയില്ലാതിരുന്ന എന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായി ഇടപെടുവാൻ തുടങ്ങി. ദൈവം എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അന്ന് എനിക്ക് ഇതിന്റെ അർത്ഥങ്ങളൊന്നും അറിയില്ല. ഒറ്റ കാര്യം എനിക്കറിയാം, ഞാൻ എഴുന്നേൽക്കേണ്ട സമയമായി. ഞാൻ എഴുന്നേൽക്കാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇപ്പൊ വേറെ അപ്പന്റെ ശബ്ദം കേട്ടു. 2005 ഞാൻ വ്യക്തമായി എന്റെ പേഴ്സണലി ഞാൻ വ്യക്തിപരമായി എന്റെ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കുന്ന 2005 പ്രിയപ്പെട്ടവരെ. അങ്ങനെ 2005 എന്റെ സഹോദരിയുടെ മരണശേഷം ഞാൻ ആ ഇമ്പമേറെ ശബ്ദം കേട്ടപ്പോ എന്റെ കർത്താവിനോട് പിന്നെയും പറഞ്ഞു, കുശവനെ നോക്കിക്കേ, കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്നത്, അവന് ഇഷ്ടമുള്ളതുപോലെ ആ പാത്രത്തെ മെനയുന്നു, ഇഷ്ടമുള്ളതുപോലെ അതിനെ ഉണ്ടാക്കുന്നു. അവന്റെ ആ പ്ലാനിൽ ആ പാത്രം വരുന്നില്ല എങ്കിൽ അതിനെ ഉടച്ചു കളയുന്നു, പിന്നെയും അതിനെ കുഴയ്ക്കും, പിന്നെയും അതിനെ മോൾഡ് ചെയ്യും, പിന്നെയും അതിനെ പണിയും, പിന്നെയും അപ്പന്റെ രൂപത്തിലുള്ള പാത്രമാക്കി അതിനെ മാറ്റും, പിന്നെയും അതിനെ ചൂടാക്കും, പിന്നെയും അതിനെ എപ്പോഴൊക്കെ അതിനെ അപ്പന്റെ ആ പ്ലാനിന്റെ അകത്ത് വരുന്നത് ആകാത്ത സമയം വരെയും അതിനെ പണിതുകൊണ്ടേയിരിക്കും, അതിനെ മെനഞ്ഞുകൊണ്ടേ
ഇരിക്കും. അതുപോലെ നിന്നെയും ഞാൻ മെനയുമെന്ന്. അവിടെ എനിക്കൊരു വാണിങ്ങാ, നിന്നെയും ഞാൻ മെനയുമെന്ന്. അപ്പൊ ഞാൻ ഓർത്തു, ഇല്ല, ആ എനിക്ക് എന്റെ ആരംഭമായിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്കും ഇനിയും ഉണ്ട്, ഇനിയും എന്നെ അപ്പം പൊട്ടിക്കും. ഇത് വലിയൊരു പൊട്ടലാണെങ്കിൽ പോലും പേഴ്സണലി എന്നെ ഇനിയും അപ്പം പൊട്ടിക്കും. അങ്ങനെ ഞാൻ അന്ന് 2005 കഴിഞ്ഞ ആ ജൂലൈയിൽ എന്റെ സഹോദരി മരിക്കുന്നു. ഡിസംബറിൽ ഞാൻ പൂർണ്ണമായി എന്റെ അപ്പന് വേണ്ടി ഞാൻ സമർപ്പിച്ചു. അപ്പോഴാണ് അതിനിടയിൽ എനിക്ക് വേണ്ടി ആ, എന്താ പറയുന്നത്, സ്പോൺസർ ചെയ്ത അവർക്കും എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം അവര് പതുക്കെ പറഞ്ഞു, ഒരു വർഷം ബ്രേക്ക് എടുക്കുക, അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് നോക്കാം. പക്ഷെ ആ ഒരു സമയം അതും എന്നെ ശരിക്കും എന്നെ ഉലയ്ക്കുവാൻ ഇടയായി. കാരണം എന്റെ ജീവിതത്തിലെ ആകെ എന്റെ അത്ര വർഷത്തെ സ്വപ്നം, ഒരു നേഴ്സാകുക എന്നുള്ള സ്വപ്നം, അവിടെ അതിന് ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡില് ഞാൻ ആർക്കു വേണ്ടി ജീവിക്കാൻ കൂടുതൽ ആഗ്രഹിച്ചോ ആ വ്യക്തി ഈ ലോകത്തില്ല. ഞാൻ എന്തായാലോ തീർന്നു. എല്ലാം കൊണ്ടും ഒരു പെൺകുട്ടിയെ, ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയുടെ മുന്നില് ജീവിതം ഇപ്പൊ ഒരു ബിഗ് സീറോ ആയിട്ട് മുന്നിൽ നിൽക്കുക. മുന്നോട്ട് പോകണം എന്തെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ സ്റ്റെപ്പ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ആരും സഹായിപ്പാനില്ലാത്തൊരവസ്ഥ. പക്ഷേ അവിടാണ് ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടത്. ആരും സഹായിപ്പാനില്ലാത്തവർക്ക് വിളിച്ചൊരു ദൈവം അപ്പൻ ഇറങ്ങി വരുമെന്നുള്ളത് ഒരു ശബ്ദം, ഒരു ഉറപ്പ് ഞാൻ കേൾക്കുവാനിടയായി. ആ ഒരു മുൾപടർപ്പിനുള്ളിൽ നിന്ന് മോശയോട് സംസാരിച്ച ആ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി. ഓ ഹല്ലേലൂയ! ഞാൻ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരണം അന്ന് ഞാൻ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ എന്റെ കൈ ഞരമ്പുകളിൽ ഞാൻ മുറിച്ചു. പക്ഷെ ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടില്ല. ദൈവം എന്നെ വിടുവിച്ചു. ശത്രു എന്നെ കാണാതെ വിടവ് എന്നെ സൂക്ഷിച്ചു. കാരണം 2 വട്ടം മരിക്കാൻ വേണ്ടി തന്നെ. കാരണം എനിക്ക് എന്റെ സഹോദരി ഇല്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ കുടുംബമായി പ്ലാൻ ചെയ്തു. ഈ ലോകം നമുക്കിനി വേണ്ട. കാരണം ഞങ്ങളെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്റെ അമ്മ ഒരു ഭ്രാന്തിയെ പോലെ പലപ്പോഴും ആഹാരങ്ങൾ വിളമ്പുമ്പോൾ 4 പ്ലേറ്റിൽ വിളമ്പും. അങ്ങനെ അത് എപ്പോഴും നിലവിളിയായി മാറും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഭവനത്തിന്റെ താളം തെറ്റി. കാരണം പിന്നെയും വേറൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ പോകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. പക്ഷേ അതിന്റെ നടുവിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി ആ ആ ഒരു സാഹചര്യവും ഞങ്ങൾ തരണം ചെയ്ത് അങ്ങനെ 2005 ലാസ്റ്റ് ഡിസംബർ മാസത്തിൽ ഞാൻ തീരുമാനം എടുത്തു. അപ്പോഴാണ് എന്റെ പിതാവ് എന്നോട് പറയുന്നത്, നോ, നിനക്ക് എവിടെയും പോകാൻ കഴിയത്തില്ല, ബൈബിൾ കോളേജിൽ പോകാൻ കഴിയത്തില്ല, നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഇവിടെ ഏതെങ്കിലും കോളേജിൽ പോയി പഠിക്കാം, എന്തെങ്കിലും നിനക്ക് തുടർ വിദ്യാഭ്യാസം ചെയ്യാം, ഞങ്ങളുടെ കൺമുറ്റത്ത് നീ പോകാൻ പറ്റത്തില്ല എന്ന് തീർത്തു പറഞ്ഞു. ഞാൻ അതുവരെ എന്റെ പിതാവിനോട് മുഖത്ത് നോക്കി സംസാരിക്കാത്തൊരു വ്യക്തിയാ. ഞാൻ അന്നേരം പിതാവിനോട് പറഞ്ഞു, ഇല്ല ഞാൻ പോകും. എന്റെ പിതാവ് എന്നെ നോക്കി പിന്നെയും പറഞ്ഞു, അനിത നീ പോകത്തില്ല. ഞാൻ പിന്നെയും പറഞ്ഞു, ഞാൻ പോകും പോകും പോകും. എന്റെ അപ്പം കൈ നിവർന്ന് ഒറ്റ ഒരു അടി എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, ഇല്ല പാപ്പൻ എന്നെ അടിച്ചാലും കൊന്നാലും ഞാൻ ഇനി ഈ കർത്താവിനെ വിട്ട് ഞാൻ ഇനി ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകത്തില്ല. ഞാൻ പോകും. ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഇനിയുള്ള ഈ ആയുസ്, ഇതിപ്പോ 18 വയസ്സായി, ഇനി നിങ്ങളെല്ലാം എന്നെ വിട്ടു പോയാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഞാൻ എന്റെ ജീവിതം ഞാൻ എന്റെ കർത്താവിന് വേണ്ടി മാറ്റിവെച്ചു. അവര് ഭയപ്പെട്ടു പോയി. ഞാൻ വല്ല സന്യാസിയായി ജീവിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം എന്റെ മാതാവിനും പിതാവിനും ഉണ്ടായി. കാരണം അവര് പറഞ്ഞു, നടക്കത്തില്ല മോളെ, നീ ദൂരെ എവിടെയും പോകത്തില്ല. ഞാൻ പിന്നെയും പറഞ്ഞു, ഞാൻ പോകും. അങ്ങനെ ഞാന് ദൈവം എനിക്ക് തന്ന ഒരു ഗൈഡൻസ് പ്രകാരം ഞാന് കോട്ടയത്ത് IPC തിയോളജിക്കൽ സെമിനാരിയില് 3 വർഷം ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ജസ്റ്റ് പഠിച്ച് മടങ്ങി വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പോൾ ശരിക്കും ഞാന് എന്താണ് വിശ്വാസ ജീവിതം എന്നുള്ളത് ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു ആ 3. അപ്പൊ ഞാൻ എപ്പോഴും കർത്താവിനോട് പറയുന്ന ഒരു കാര്യമാ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ടവളല്ല ഞാന്. ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഇറങ്ങി കഴിയുമ്പോൾ എന്റെ കർത്താവ് പറയുന്ന അനുസരിച്ച് എന്റെ കർത്താവിനെ രുചിച്ചറിയുവാൻ എന്നെ സഹായിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ അറിയാത്തൊരു കാര്യം മറ്റുള്ളവരോട് എനിക്ക് പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ബൈബിൾ കോളേജില് പലപ്പോഴും പലതും ഇല്ലാതെ ഞാൻ ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. എന്റെ കൂട്ടുകാരൊക്കെ ഉപേക്ഷിച്ച സോപ്പുകളും
അങ്ങനെയൊക്കെ എടുത്ത് ഉപയോഗിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ട് തുണി കഴുകാന്. പക്ഷെ ദൈവം എന്താ പറയുന്നേ, നൂലെ കെട്ടി ഇറക്കി തന്ന സാഹചര്യങ്ങളും ഞങ്ങളുടെ ബൈബിൾ കോളേജ് എക്സ്പീരിയൻസിലുണ്ട്. കാരണം പലപ്പോഴും രാത്രിയാമങ്ങളില് എന്റെ കൂട്ടുകാർ ഉറങ്ങുമ്പോൾ ഞാൻ മുഴങ്കാലുകൾ മുടക്കി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, നാളേക്കുള്ളത് എന്റെ അപ്പനല്ലാതെ എന്റെ ഈ ലോകത്തെ അപ്പനോട് ചോദിച്ച എന്റെ അപ്പൻ എനിക്ക് തരും. എനിക്ക് 100% എന്റെ എന്റെ അത്ര വരെ 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തില് ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല എന്റെ അപ്പൻ. സോപ്പ്, പ്രത്യേകിച്ച് സോപ്പ്, എണ്ണ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും അത് അപ്പന് മസ്റ്റായിരുന്നു. കാരണം പെൺകുട്ടികൾ വേറൊരു വീട്ടിൽ ഈ കാര്യങ്ങൾക്ക് പോകരുതെന്നുള്ള കൃത്യനിഷ്ഠ എന്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവരോട് ചോദിച്ച് ഉപയോഗിക്കാം അതൊന്നും അറിയത്തുമില്ലായിരുന്നു. പക്ഷേ ദൈവം എന്ന് പറയുന്ന എലിയെ പോലും കൊണ്ടെത്തരുവാൻ കർത്താവ് എലിയാവിനെ പോറ്റുവാൻ കാക്കയെ ഏൽപ്പിച്ചെങ്കില് ഞങ്ങളെയൊക്കെ പോറ്റുവാൻ, അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ ചിലപ്പോൾ ബൈബിൾ കോളേജിലെ കുട്ടികളോടൊക്കെ ചോദിച്ചാ, അല്ലെങ്കിൽ പല സാക്ഷ്യങ്ങളും ഞാനും കേട്ടിട്ടുണ്ട്. അതിലൊരു ഇതായിരുന്നു, ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പാ, നാളെ എനിക്ക് തുണി കഴുകേണ്ട ദിവസമാ, ശനിയാഴ്ച ദിവസമാ, പക്ഷെ എന്റെ കയ്യിൽ സോപ്പില്ല. സോപ്പ് വാങ്ങിക്കാൻ 5 രൂപ കൊണ്ട് എനിക്ക് കിട്ടും, പക്ഷെ അതെന്റെ കയ്യിൽ ഇല്ല കർത്താവേ. എനിക്ക് കഴിയേ പറ്റൂ. എന്റെ കൂട്ടുകാരൊക്കെ എന്നെ സഹായിക്കാൻ തയ്യാറാ. പക്ഷെ അവരുടെ സഹായം കേട്ടിട്ടല്ല ഞാൻ കർത്താവെ അങ്ങേക്ക് വേണ്ടി ഇറങ്ങിയത്. അങ്ങാ എന്നോട് പറഞ്ഞ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി അങ്ങ് പ്രയത്നിച്ചേ പറ്റൂ. അങ്ങ് എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തേ പറ്റൂ. അന്ന് രാത്രി ഞാൻ നോക്കിയപ്പോണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ എലിയൊക്കെ ഉണ്ട് അത്യാവശ്യം. ആരുടെ സോപ്പാണോ എലി കടിച്ചുകൊണ്ട് വന്നതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പൊട്ടിക്കാത്തൊരു പാക്കറ്റ് 5 രൂപയുടെ ലെക്സിന്റെ സോപ്പ് അതുപോലെ എന്റെ കട്ടിലിന്റെ ചോട്ടിൽ ഞാൻ നോക്കിയപ്പോൾ അവന് ഓടിപ്പോകുന്ന ഒരു എലി കുഞ്ഞിനെ ഞാൻ കണ്ടു. ഞാൻ ഇന്നിപ്പോ എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. കാരണം ദൈവം എത്ര വിശ്വസ്തനാ. ഒരു ചെറിയ 5 രൂപയുടെ സോപ്പിന് പോലും എന്റെ ദൈവം നമ്മളോട് വിശ്വസ്തത കാണിക്കാൻ എന്റെ ദൈവം മതിയായ ദൈവമാ. അങ്ങനെ ഞാൻ ആ വിശ്വാസ ജീവിതം, പിന്നെ ഓരോ സമയങ്ങളിലും ഒത്തിരി ഫീസുകൾ അടയ്ക്കണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് മെസ് ഫീസ് അടയ്ക്കണം. ആ സമയങ്ങളിലെല്ലാം അടച്ചില്ല എങ്കിൽ ജസ്റ്റ് പേരെഴുതി ഇങ്ങനെ ചാപ്പലിൽ വായിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സമയത്ത് ഉള്ളിൽ ഒരു പേടിയാ, കർത്താവേ, പേര് വരുവോ, പേര് വരുവോ, മണി ഓർഡർ ഒന്നും അയക്കാൻ നമുക്ക് ആളില്ല. ചോദിച്ച അപ്പൻ അയച്ചു തരും, പക്ഷെ ആ ഒരു വാശിയായിരുന്നു. കർത്താവ് തരും, കർത്താവ് തന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിന് വേണ്ടി എന്റെ അപ്പന്റെ വാശിയായിരുന്നു. ഒരു പെൺകൊച്ച് എങ്ങനെ ജീവിക്കും, തിരിച്ചു വരും എന്നുള്ള ഒരു വാശിയായിരുന്നു എന്റെ അപ്പന്റെ. പക്ഷെ എന്റെ ദൈവം വിശ്വസ്തനാ കേട്ടോ. എന്റെ ഈ ലോകത്തിൽ അപ്പൻ തോറ്റുപോയി, പക്ഷെ സ്വർഗത്തിൽ അപ്പൻ ജയിച്ചു. ഇന്ന് അവൻ ജയാളിയായ ദൈവമാ. കാരണം അവൻ എന്നെ മാന്യമായി പുലർത്തി. 3 വർഷം ഞാൻ പഠിച്ചെങ്കിൽ ഒരിക്കൽ പോലും 1 രൂപ ഫീസ് എന്റെ അപ്പനിൽ നിന്നും മേടിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. എന്റെ അപ്പൻ എനിക്ക് പൈസകൾ അയച്ചു തരുമായിരുന്നു. 200-300 രൂപ മണി ഓർഡറുകൾ തരുമായിരുന്നു. പക്ഷേ അതൊന്നും ഫീസിലേക്ക് കൊടുക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. എന്റെ അപ്പൻ സ്വർഗത്തിലെ പിതാവ് എന്നോട് പറഞ്ഞു, നീ പോകാ, നിനക്ക് വേണ്ടുന്നത് ഞാൻ ഒരുക്കും. അത് കഴിയുന്നവരെ എന്റെ അപ്പൻ എന്നെ അത്ഭുതകരമായി നടത്തി. അതിൽ അനേകരുടെ കൈയുണ്ട്. 10 രൂപ പോലും എനിക്ക് കിട്ടിയ സന്ദർഭങ്ങളുണ്ട്. ഈവൻ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റൽ മിനിസ്റ്റർ ചെയ്യും വീക്കിലി. ആ സമയത്ത് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോകും. അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടുത്തെ അമ്മച്ചിമാര് ഓൾഡ് ഏജ് ഹോമിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോ അവിടുത്തെ അമ്മച്ചിമാര് ശനിയാഴ്ച ചുരുട്ടി പിടിച്ചുകൊണ്ട്, അതൊന്നും ഒരിക്കലും ഞങ്ങൾ മറക്കത്തില്ല. ഞാൻ മറക്കത്തില്ല. കാരണം ചിലപ്പോ പാർലേജിയുടെ അവരുടെ ആ കഴിച്ച ആ പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ അകത്ത് പാർലേജിയുടെ അല്ലെങ്കിൽ ആരോ റൂട്ടിന്റെ 1-2 ബിസ്ക്കറ്റ് ആയിരിക്കും. അത് ചുരുട്ടി പിടിച്ച് എനിക്ക് വേണ്ടി തരാൻ മടക്കി മടക്കി ഉത്തിന്റെ അത് എടുത്തു തരും. ചിലപ്പോ അതിന്റെ സ്മെല്ലൊക്കെ കാണും. പക്ഷെ ചിലപ്പോ ചില അമ്മച്ചിമാരെ നമ്മൾ ഇരുത്തി അവിടെ കഴിപ്പിക്കും. അതിനുകൂടി ചിലപ്പോ 5 രൂപ, 10 രൂപ അവരുടെ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന പോലെ പോക്കറ്റ് മണി ഞങ്ങൾക്ക് തന്ന സാഹചര്യങ്ങളെ എന്നെ പോറ്റിയ വിധങ്ങളാ ഞാൻ പറയുന്നത്. അപ്പൊ ഒരുവന് ഞാനത് ആദ്യമേ പറഞ്ഞത്, കർത്താവിന് പ്രസാദം തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ അവനെ ആർക്കും തടയാൻ പറ്റത്തില്ല പ്രിയ മക്കളെ. കാരണം അവനെ പോറ്റുന്നതും പുലർത്തുന്ന വഴികൾ വളരെയാ. അങ്ങനെ ഞാൻ 4 വർഷത്തെ കോഴ്സിന് കയറിയ ഞാൻ 3-ാം വർഷം ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങി. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ ഈ ദേശം കോട്ടയം വിട്ടു പോകുന്നതിന് മുമ്പ് 1 വർഷം എന്നെ സ്നേഹിച്ച ഈ അമ്മമാർക്ക് വേണ്ടി 1 വർഷം എന്റെ ജീവിതം, ഞാനൊരു വിവാഹ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് അനുഭവിച്ചറിയണം. ഈ പ്രിയ അമ്മമാരുടെ കൂടെ എനിക്കൊന്ന് സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഞാൻ
ഗ്രാജുവേറ്റ് ചെയ്തു. 2009 ഗ്രാജുവേറ്റ് ചെയ്തു. ഞാൻ മാർച്ച് മാസത്തിൽ ഗ്രാജുവേറ്റ് ചെയ്തു. ഞാൻ മാർച്ച് മാസത്തിൽ ആ ഗ്രാജുവേറ്റ് ചെയ്ത പിറ്റേന്ന് തന്നെ ഞാൻ ആ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ വർക്കിന് ജോയിൻ ചെയ്തു. ആ കറക്റ്റ് 1 വർഷം ഞാൻ അവിടുന്ന് തന്നെയാണ് വിവാഹിതയാകാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവന്റെ ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി മുണ്ടക്കയത്തേക്ക് പോകുന്നത്. എന്നെ വന്ന് പെണ്ണ് കണ്ടതും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. ആ അനാഥാലയത്തിൽ തന്നെയാണ്. അപ്പം എൻ്റെ അമ്മ ഒത്തിരി കരഞ്ഞു. ഇത്രയും ഇതുള്ള എൻ്റെ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ വന്ന് പെണ്ണ് കാണാൻ. ഞാൻ പറഞ്ഞു, അത് ദൈവത്തിന്റെ ഹിതമാ. കാരണം അവിടെയും വേറെ അനാഥമായ മീൻസ് മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സ്ഥലമാ. പക്ഷെ ആ അവിടുത്തെ ആ സ്ഥലത്ത് നിന്ന് ആദ്യമായിട്ടാണ് എന്നെ വിവാഹം ചെയ്തയപ്പിക്കുവാൻ ദൈവം അവർക്ക് ഒരു അവസരം കൊടുത്തു. കാരണം വിവാഹം ചെയ്തു കൊടുക്കുവാനല്ല, അതിനുള്ള സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും സ്റ്റെപ്പ് ഇൻ ചെയ്യുവാൻ അവരുടെ ഒരു കരവും, അവർക്ക് എന്റെ ചേട്ടന്മാരായി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ബ്രദേഴ്സോ അങ്ങനെ ആരുമില്ല. പക്ഷെ അതിന്റെയൊക്കെ സ്ഥാനത്ത് ആ പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ, എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു. അത് മർത്തോമക്കാരുടെ ഒരു സെന്ററാ. ദൈവം അവരെ ഉപയോഗിച്ചു. കാരണം എ- എന്റെ ദേശക്കാരെ എന്നെ നോക്കി പറഞ്ഞു, ഇങ്ങനെ മരണം നടന്ന ഒരു വീട്ടിൽ ആര് വന്ന് ഈ പെൺകുഞ്ഞിനെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നു ലോകം എന്റെ മാതാപിതാക്കളെ നോക്കി ചോദിച്ചപ്പോ, സ്വർഗ്ഗം എന്നെ അയച്ച ദേശത്ത് എനിക്ക് വേണ്ടി എവിടെയോ ഒരു മനുഷ്യനെ സ- സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച അദ്ദേഹവും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നത് കൊണ്ട്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കർത്താവിന് വേണ്ടി നിന്നുകൊണ്ട് സ്വന്തം ഭവനമില്ല, ഒന്നുമില്ല. എങ്ങനെ പല വിവാഹാലോചനകളും വന്ന് മാറിപ്പോയി. സ്വന്തം ഭവനമില്ലാത്തിടത്ത് പെണ്ണിനെ കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്ന് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ എവിടെ അനാഥാലയത്തിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കും. കാരണം അദ്ദേഹത്തിന്റെ പ്ലാനും പ്രാർത്ഥന ഇതായിരുന്നു, ആരുമില്ലാത്തവർക്ക് ഞാൻ ഒരു ആശ്രയമായി മാറണം, എന്റെ കുടുംബം ഒരു ആശ്രയമായി മാറണം, എനിക്ക് സ്നേഹിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് സ്നേഹിക്കുവാൻ എനിക്കൊരു കുടുംബത്തെ എനിക്ക് ദൈവം തരണം. അതുപോലെ തന്നെ ദൈവം 2010 ഞങ്ങളുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട രീതിയില്, ലോകത്തിന് മുമ്പിൽ ആശ്ചര്യമാകുന്ന രീതിയില് ദൈവം ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ 2010 വിവാഹത്തിന് ശേഷം ഞങ്ങൾ ജാർഖണ്ഡിലേക്ക് ഇവിടെ കടന്നു വരുവാൻ ഇടയായി. ഈവൻ വിവാഹം പോലും മനുഷ്യർ നോക്കിയപ്പോ പലതും വിചാരിച്ചു, പലതും ഓർത്തു ഇതെങ്ങനെ നടക്കും. കാരണം അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛന്റെ പപ്പ വന്നിട്ട് ചോദിച്ചു, മോനെ ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാ നിനക്കറിയത്തില്ല, നിനക്ക് സൂട്ടും കോട്ടും ഇട്ടിട്ട് നിനക്ക് നിന്നാ മതി കല്യാണ ചെറുക്കനായിട്ട്. പക്ഷെ ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാ കാറ്ററിംഗുകാർക്ക് പൈസ കൊടുക്കണം, എന്തെങ്കിലും അറിയാമോ? അപ്പൊ എന്റെ അച്ഛൻ മാന്യമായിട്ട് എന്റെ അച്ഛൻ പറഞ്ഞു, കാനാവിലെ കല്യാണത്തിന് ഒരു കുറവും വരുത്താതെ നോക്കി ഒരുവൻ എന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട് പപ്പ. ഞാൻ അദ്ദേഹത്തെ ആദ്യം ക്ഷണിച്ച്. അതുകൊണ്ട് പപ്പ ധൈര്യമായിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ സന്തോഷത്തോടെ അച്ചാച്ചന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോയി. രാത്രിയായി. 7 മണി കഴിഞ്ഞു, 8 മണി കഴിഞ്ഞു, 9 മണിയായി. പപ്പയും സഹോദരനും വരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ചാച്ചാ ഇതെന്താ? അപ്പൊ അച്ചാച്ചന് ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഒരു ടെൻഷൻ? അപ്പൊ അച്ചാച്ചൻ എന്നോട് പറഞ്ഞു, അനു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവരെ പിടിച്ചോ. അത്യാവശ്യം തമാശയൊക്കെ പറയും. അങ്ങനെ പിടിച്ചു വെച്ചോന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും ചെല്ല്, പിടിച്ചാ കല്യാണ ചെറുക്കൻ പോയി രക്ഷിച്ചോണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴുണ്ട് പപ്പയെ വിളിച്ചപ്പോ പപ്പ പറഞ്ഞു, ഇല്ല മക്കളെ, ഞാന് വേസ്റ്റ് കളയാൻ വേണ്ടി സ്ഥലം നോക്കി നടക്കുക, അതുകൊണ്ടാ ലേറ്റ് ആണ്, ഞങ്ങളിപ്പോ വരും. 1 രൂപ കുറവ് വരുത്താതെ 300 രൂപ ബാക്കി വരുന്ന രീതിയിലാ ആ കല്യാണം മനോഹരമായ രീതിയിലാ 10-700 പേർക്ക് പങ്കെടുക്കുന്ന തരത്തില് ദൈവം ഞങ്ങളുടെ വിവാഹം നടത്തുവാൻ ഇടയായി. ഞങ്ങളുടെ ചെരുപ്പ് തൊട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങളും സകല സാധനങ്ങളും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മുമ്പിലെ കെട്ടി ഇറക്കി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനാ ഇടയായത്. പലപ്പോഴും മനുഷ്യരുടെ മുമ്പിൽ ആശ്ചര്യമാ. കാരണം അവര് നോക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഈ സോ കോൾഡ് ജോലിയില്ല, ഞങ്ങൾ മിഷണറിമാരാ. പക്ഷെ ദൈവം ഞങ്ങളെ നടത്തുന്ന വഴികൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആശ്ചര്യമാണ്. അങ്ങനെ എന്റെ മാതാപിതാക്കള്, എന്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, 5 രൂപ ഡിസ്റ്റൻസിൽ എന്റെ കുഞ്ഞിനെ ഞാൻ കെട്ടിക്കത്തുള്ളൂ. പക്ഷെ 5 രൂപ പോയിട്ട് 500 രൂപ, 5000 രൂപ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ വിവാഹവും കഴിഞ്ഞു. ഞങ്ങൾ കർത്താവിന്റെ വിഷനുമായിട്ട് ഞങ്ങൾ ജാർഖണ്ഡിലേക്ക് ആയിരിക്കുന്നു. ആദ്യ കാലങ്ങളിൽ ഒത്തിരി പ്രയാസം
ഞങ്ങൾ അനുഭവിച്ചു. കാരണം പ്രത്യേകിച്ചും എന്റെ പ്രിയപ്പെട്ടവൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. കാരണം എന്റെ മാതാപിതാക്കളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ, കാരണം അവർക്കൊന്ന് നഷ്ടപ്പെട്ടത് കൊണ്ട് അടുത്ത നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആദി. കാരണം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമായിരുന്നു ഇവിടെ. ഞങ്ങൾ വന്ന സമയത്ത് വളരെ വളരെ കഷ്ടത നിറഞ്ഞ ഒരു സമയത്താണ് ഞങ്ങൾ ഇവിടെ വരുന്നത്, 2010. പക്ഷേ ദൈവാസ്ഥിതികൾക്കെല്ലാം മാറ്റം വരുത്തി. ഏത് സമയം ആ ബന്ധമെന്ന് നമുക്ക്, അല്ലെങ്കിൽ ഹർത്താലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാ അറിയുന്നേ, ആഹാ ഇന്ന് ഹർത്താലാന്ന്. അതായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ സ്ഥിതി. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോ വെടിയുടെ ശബ്ദം കേൾക്കുമ്പോഴാ നമ്മൾ അറിയുന്നേ, ആഹാ ആരാണ്ട് വെടി വെച്ചിട്ടുണ്ട് അവിടെ. എന്തിനാ വെടി വെച്ചേക്കുന്നേ? പൈസക്ക് വേണ്ടിയാ. മറ്റേ ആൾക്കാരുണ്ട്, എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാ ആൾക്കാരും, ഞങ്ങൾ ഒത്തിരി അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെ ഒത്തിരി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഏത് ആൾക്കാരുടെ കൂട്ടത്തിന്റെ നടുവിലും ദൈവത്തെ സ്നേഹിക്കുന്ന ജനത്തെ ദൈവം തന്നെ ഉള്ള കരത്തില് ദൈവം വഹിക്കുന്ന ഒരു തെളിവാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ദൈവം ഞങ്ങളെ കുടുംബമായി ഈ ദേശത്ത് ഞങ്ങളെ സൂക്ഷിച്ചു നിൽക്കുന്ന. കാരണം അറിയാം, ജാർഖണ്ഡ് എന്ന് പറയുന്നത് തന്നെ ഫോറസ്റ്റുകളുടെ നാടെന്ന് അറിയപ്പെടുന്നത്. അതിന്റെ അകത്ത് തന്നെ പല കാര്യങ്ങളും ഉണ്ട്. ആ രണ്ട് കൂട്ടർ ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ അതിന്റെയൊക്കെ നടുവില തന്റെ ജനത്തെ ദൈവം സൂക്ഷിക്കുന്നെങ്കിൽ അത് അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്, അനേക ആൾക്കാരുടെ കണ്ണുനീരാണ്. ഞങ്ങൾ കുടുംബമായി ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദൈവത്തിന്റെ കൃപയാല് കഴിഞ്ഞ 15 വർഷമായി ഞങ്ങൾ ഇവിടെ ആയിരുന്നു. ഞാൻ നേരത്തെ ആരംഭത്തിൽ പറഞ്ഞല്ലോ, പുതിയ നിയമം ഇവിടുത്തെ 3 പ്രിമിറ്റീവായ ഭാഷകളിലേക്ക് കൊടുക്കുവാൻ സർവശക്തനായ ദൈവം ചെയ്തു. ഞങ്ങൾ എല്ലാ മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ പഴയ നിയമത്തിന്റെ വിവർത്തനങ്ങള് ഈ മാസം തൊട്ട് ഞങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നു. അതിന് കുറെ പരിഭാഷകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അതിന്റെ ചെക്കിങ്ങും മറ്റൊത്തിരി പ്രോസസ്സുകൾ അതിന്റെ ഇടയിൽ നടക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ ഒരു ഫൈനൽ പ്രിന്റിങ്ങിലേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. കാരണം 14 വർഷത്തെ ഹാർഡ് വർക്ക് ആയിരുന്നു പുതിയ നിയമം 3 ഭാഷകളിൽ വന്ന്. അന്നേരം ഇപ്പൊ ഒന്ന് ഓർത്തു നോക്കാമല്ലോ, എന്തുമാത്രം കഷ്ടത, എന്തുമാത്രം കഷ്ടപ്പാട് അതിന് പുറകില് നമ്മള് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകുമെന്ന്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രീതി മക്കളെ, അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്താ ഈ വർഷം 2025 ഞങ്ങള് മെയ് മാസം ഞങ്ങൾ നാട്ടിൽ പോയി. ഞങ്ങൾ തിരിച്ചു ഇവിടെ മെയ് 12 തിരിച്ചു വന്നു. വന്ന സമയത്ത് തന്നെ ഞാനും ഇളയ കുഞ്ഞും വളരെ സിക്കായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഞാൻ നാട്ടിലൊന്ന് വീണു. എന്റെ റിബ് കേജിന്റെ വാരിയലിന്റെ സൈഡിൽ ഒരു പൊട്ടൽ വന്നു. അങ്ങനെ ഞാനൊരു റെസ്റ്റിൽ വന്നു. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പ്ലസ് പനി, അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. 18-ാം തീയതി അച്ചാച്ചന് ഒരു ചെറിയൊരു അസ്വസ്ഥതകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം അച്ചാച്ചന്റെ ഡയബറ്റിക് ആണ് ആള്. കഴിഞ്ഞ 15 വർഷമായിട്ട് ആള് ഡയബറ്റിക് ആണ്. അപ്പൊ ആ ഡയബറ്റിക്കിന്റെ ഡോക്ടറെ കണ്ട സമയമായി. അതിന്റെ പ്രയാസങ്ങളായിരിക്കുമെന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ 17-ാം തീയതി രാത്രി ഈവനിങ് 8:45 രാവിലെ ആയപ്പോ എന്നോട് പറഞ്ഞു, അനു എനിക്കൊരു കാപ്പി എനിക്ക് കൊണ്ടുതരാൻ പറഞ്ഞപ്പോ ഒത്തിരി താമസിച്ചു കാപ്പിയും കൊണ്ട് വന്നപ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ ഇത്ര താമസിച്ചേ? അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ്, കാപ്പി എടുത്തപ്പോ കയ്യിൽ നിന്ന് സ്കിപ്പായി, മറഞ്ഞു പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി പെട്ടെന്ന്? അറിയില്ല, കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. വൈകുന്നേരം എന്റെ അച്ഛൻ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ടെറസില് വീഴുവാനിടയായി. ഞങ്ങൾക്ക് താഴേന്ന് താഴത്തെ അവരുടെ പെറ്റ് കേറി വരും, രാത്രിക്ക് കേറി വരും. അപ്പം അവൻ വരാതിരിക്കാൻ വേണ്ടി ഒരു ബോർഡ് എടുത്ത് വെക്കും. അത് വെക്കാൻ വേണ്ടി പോയ അച്ചാച്ചൻ പെട്ടെന്ന് തെറിച്ചു പോയി. അച്ചാച്ചൻ വിചാരിച്ചത് ഇവിടെ പണി നടക്കുന്ന ഒരു ടെറസാണ്. അച്ചാച്ചൻ വിചാരിച്ചത് വീണത് അച്ചാച്ചൻ സിറ്റൗട്ടിലേക്ക് തന്നെയാണ്. പക്ഷെ അച്ചാച്ചൻ തെറിച്ച് വീണത് ഈ പണി നടക്കുന്ന തൂണുകളുടെയും ഇഷ്ടിക കൂട്ടിയിട്ടിരിക്കുന്നതിന്റെയും ഒക്കെ ഇടയിലേക്ക് അച്ചാച്ചൻ വീണ്. ഞാൻ നോക്കുമ്പോ ശബ്ദം കേട്ട് ഞാൻ ഓടി ചെല്ലുമ്പോ ഞാൻ കാണുന്നത് എന്റെ പ്രിയപ്പെട്ട മരണത്തോട് മല്ലിടുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. കാരണം വായിക്കാത്ത നൊരയും പതയും ഒക്കെ വന്ന് ഫിറ്റ്സ് വന്ന് കൈകാലിട്ടടിക്കുന്ന ഒരു മനുഷ്യന്, കാരണം 85 കിലോ ഉള്ള ഒരു മനുഷ്യൻ കൈകാലിട്ടടിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ അടിച്ച് ഇടത് കാലും കൈയും അനങ്ങാതെയായി. പക്ഷെ വായിക്കാത്തത് വരുന്നത്. പക്ഷെ എന്റെ ചെവിയില് ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, എല്ലാം തീർന്നു, നീ ഇപ്പൊ വിധവയാകും, നീ ഇപ്പൊ എല്ലാം തീർന്നു, ഇതേ മരിക്കാൻ പോവാ, മരണം മുന്നിലിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ പതറിപ്പോയെങ്കിലും പെട്ടെന്ന് ഞാൻ മറുചെവിയിൽ ഞാൻ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നു, ഇല്ല, നീ പ്രാർത്ഥിക്ക, നീ പ്രാർത്ഥിക്ക. ഞാൻ ശക്തമായി ഞാൻ ദൈവശബ്ദത്തിൽ ഞാൻ
ധൈര്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഇല്ല, ഞങ്ങളുടെ കഷ്ടത്തിലെ ഏറ്റവും അടുത്ത തുണയായിരുന്നവൻ, ഈ കഷ്ടതയിലും ഞങ്ങളുടെ ദൈവം അടുത്ത തുണയാ. യേശുപ്പാ എന്ന് വിളിച്ച് അപ്പാന്നേ ഞാൻ വിളിച്ചുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് എനിക്കറിയത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കഴുത്തല്ല ഇങ്ങനെ തിരിഞ്ഞു വന്ന കഴുത്തിനെയൊക്കെ ഞാൻ പിടിച്ച് അമർത്തി ഞാനിങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആക്കി അതിനെ ഇറുക്കി വെച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഫിറ്റ്സിന്റെ വായിന്ന് വന്നതൊക്കെ അങ്ങ് സ്റ്റോപ്പായി. പെട്ടെന്ന് തന്നെ പിന്നെ എന്ത് ചെയ്യണോന്ന് അറിയില്ല. നല്ല മഴ കണ്ടിന്യൂസ് ആയിട്ട് ആ വീക്കിൽ ഇവിടെ 5 ദിവസമായിട്ട് മഴയാണ്. തോരാതെ പെയ്യുന്നൊരു മഴ. എന്ത് ചെയ്യണംന്ന് അറിയില്ല. 3-ാം നിലയിൽ നിന്ന് താഴോട്ട് കൊണ്ടുപോണം. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഇല്ല. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ രാത്രികാലങ്ങളിൽ വാവിട്ട് നിലവിളിച്ച രാത്രികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു മിഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാം ഈസിയാ. ഒരിക്കലും അല്ല പ്രിയപ്പെട്ടവരെ. കാരണം കുഞ്ഞുങ്ങളെ ഒന്നും ഇവിടെ ഒരു നല്ലൊരു ഡോക്ടർ ഇല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ ക്യൂ നിന്നാലും നമുക്ക് ആകെ കിട്ടുന്ന ഒരു പാരസെറ്റമോളിന് ഗുളിക, അല്ലെങ്കിൽ ഒരു സിറപ്പ് തരും, അല്ലെങ്കിൽ ഒരു കഫ് സിറപ്പ് തരും. അതാണ് ആകെ നമുക്ക് ഇവിടുത്തെ. ഞങ്ങൾ താമസിക്കുന്ന ഒരു ജില്ലയുടെ ക്വാർട്ടറിലാണ്. ജില്ലാ ക്വാർട്ടറാ. പക്ഷെ അവിടുത്തെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ രാത്രി 8:45 ആയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഞങ്ങൾ ഒരു ഞാൻ അലറി നിലവിളിച്ചു. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആ നിലവിളിക്ക് ശേഷം താഴത്തെ ഹൗസ് ഓണറൊക്കെ ഓടി വന്നു. ഓടി വന്നു. പക്ഷെ എല്ലാവരും കരയുവാ. എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. അപ്പോഴേ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി. ഇത് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതിലിനി ആക്ട് ചെയ്യേണ്ട സമയമാ. എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇനിയിപ്പോ ഇവിടെ കരഞ്ഞ് നിലവിളിച്ച് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ കിടന്നു പോകത്തേ ഉള്ളൂ. പെട്ടെന്ന് ഞങ്ങള് അച്ചാച്ചനെ എടുത്ത് പൊക്കുവാൻ പറ്റുന്നില്ല. എല്ലാരും ബലഹീനരായ ആൾക്കാരാ. ഇവിടെയുള്ള ആൾക്കാരല്ലേ. ഒരു വിധത്തില് ഞാനും എന്റെ മോനും പിന്നെ താഴത്തെ ആന്റിയും എല്ലാരും കൂടെ ഞങ്ങളിങ്ങനെ പിടിച്ച് വലിച്ചോ എങ്ങനെയൊക്കെയോ ഞങ്ങള് അച്ചാച്ചനെ താഴത്തെ നിലയിൽ എത്തിച്ചു. കാരണം വണ്ടിയിൽ ഒരു വിധത്തിൽ കയറ്റി. 9:30 ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോ അവിടുത്തെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ മറുപടിയാ, ഒന്നും കുഴപ്പമില്ല, അത് സീസണൽ രോഗമാണെന്ന്. തളർന്ന കയ്യിലെ ക്യാനില ഇട്ടിട്ട് മരുന്ന് കൊടുത്ത ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ അത് ക്യാനില അങ്ങ് ഊരിക്കോ, ആ കൈക്ക് സെൻസേഷൻ ഇല്ല, ആ മരുന്ന് തിരിച്ചു കയറുന്ന കണ്ടോ, പ്ലീസ് ഡിസ്ചാർജ് ചെയ്യുക, ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളാം. കാരണം അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മെഡിക്കൽ നോളജ്, അല്ലെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതാണ്. പിന്നെ എങ്ങോട്ട് ഒരു ആംബുലൻസിന് വേണ്ടി രാത്രിക്ക് 11:30 വരെ കരഞ്ഞുകൊണ്ട് ഞാൻ ആ ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തയിൽ ഞാൻ ഇരിക്കുവാനിടയായി. കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ചുകൊണ്ട് ഓടി. പല ആൾക്കാരെ ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷെ ഈവൻ ഇവിടുത്തെ ഗവൺമെന്റിലെ ആയ ഒരു നേഴ്സ് ട്രൈ ചെയ്തിട്ട് പോലും അവര് പറഞ്ഞു, മഴയാ, ഞങ്ങൾക്ക് ഇത്രയും മഴയത്ത് ഒരു രോഗിയെ കൊണ്ട് വരാൻ പറ്റില്ല, ഞങ്ങൾ വരത്തില്ല. ആദ്യം അവര് പൈസ കൂട്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൈസ അതിന്റെ ഇരട്ടി ഞാൻ ഓഫർ ചെയ്തു തരാം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒരു 110 കിലോമീറ്റർ ഉണ്ട് റാഞ്ചി ഹെഡ് ക്വാർട്ടറിലേക്ക് ചെല്ലണമെങ്കിൽ, ഞങ്ങൾ തരാം, നിങ്ങളൊന്ന് വാ. പക്ഷെ ആരും വന്നില്ല. 11:30 വരെ വന്ന് ഞാൻ വാവിട്ട് നിലവിളിച്ചു. ആ പെരുമഴയത്ത് ഞാൻ ഇറങ്ങി നിന്ന് ഞാൻ എന്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, അപ്പാ, കഴിഞ്ഞ 23 വർഷം 23 വർഷമായി പ്രിയപ്പെട്ടവൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട്. ആ 23 വർഷം കർത്താവിന് വേണ്ടി മാത്രം ചലിച്ച കൈകളാണ്. ആ ഇടത് കൈകൾ ഇല്ലെങ്കിൽ ആ ലാപ്ടോപ്പിലാണ് അദ്ദേഹത്തിന്റെ വർക്ക് മുഴുവനും. എല്ലാ കാര്യങ്ങളും ആ ഇടത് കൈ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്പേസ് ബാർ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ഫിംഗേഴ്സുകളും അനങ്ങിയെങ്കിൽ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കയറ് മുഴുവൻ ചലിച്ചത് അങ്ങയുടെ വചനത്തിന് വേണ്ടിയാ. അങ്ങയുടെ വചനം മാത്രമാണ് ആ കൈകളിൽ കൂടെ ചലിച്ചത്. ആ കൈകളെ ചലിപ്പിക്കുവാനും തളരാതിരിക്കുവാനും അങ്ങ് ശക്തനാ. ഞാനത് വിശ്വസിക്കുന്നു. അതിന് എത്ര സമയമെടുത്താലും അങ്ങ് അദ്ദേഹത്തെ കാക്കുവാൻ അങ്ങ് ശക്തനാ. പ്രാണന് ഹാനി വരുത്താതെ തിരിച്ചു തരുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ ആ രാത്രി പെരുമഴയത്ത് ഞാൻ 11:45 ഞാൻ ആ ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. കാരണം ആംബുലൻസ് ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അപ്പോൾ പെട്ടെന്ന് ഞങ്ങള് സ്ഥിരം വിളിക്കുന്ന ഒരു ടാക്സി, ഒരു മുസ്ലിം ആയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഓടി വന്ന് എന്നോട് പറഞ്ഞു, ദീദി ഞാൻ കൊണ്ടുപോവാം. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ
രാത്രി 1:30 ആയപ്പോൾ റാഞ്ചി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ അവിടെയുള്ള ഞങ്ങളുടെ കുറച്ച് മലയാളികളായ പ്രിയപ്പെട്ടവരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ലൊരു ന്യൂറോയെ നിങ്ങൾ കണ്ടുപിടിച്ചു വെക്ക്. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം. അവര് വരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ രാത്രിക്കത്തെ യാത്ര വളരെ റിസ്കിയാ. അങ്ങനെ ആ ഒരു ന്യൂറോയെ അടുത്തേക്ക് ഞങ്ങൾ കടന്നുപോയി. ദൈവത്തിന്റെ കൃപയാൽ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, 2 മാസം എടുക്കും നിങ്ങളുടെ ഹസ്ബൻഡിനെ റെഡിയാക്കി തരാം. കാരണം ഓൾറെഡി വെയിൻ പൊട്ടി. അത് നാട്ടിലിരിക്കുമ്പോഴേ പൊട്ടിയതാണ്. അങ്ങനെ ഇൻഫെക്ഷൻ ആയി. ഫിറ്റ്സ് വന്നതിന്റെ കാരണം അതാണ്. ബ്രെയിനിന്റെ പുറകുവശം മുഴുവൻ ഇൻഫെക്ഷൻ ആയി, സ്വെല്ലിംഗ് ആയി കിടക്കുകയാണ്. ഓൾറെഡി ക്ലോട്ട് ആയി, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. അത് മെൽറ്റ് ആയില്ലെങ്കിൽ സർജറി വേണ്ടി വരും. പക്ഷെ ഭാഗ്യത്തിന് മെൽറ്റ് ആകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് സമയമെടുക്കും. 2 months എടുക്കും നിങ്ങളുടെ ഹസ്ബൻഡ് നടക്കുക. ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം അദ്ദേഹത്തെ നടത്തിച്ച് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല മേഡം, 2 months എടുക്കും, 2 months എടുക്കും. പക്ഷേ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാ പ്രിയപ്പെട്ടവരെ. കാരണം 3-ാമത്തെ ദിവസം ഡോക്ടർ എന്നോട് സെക്കൻഡ് ഡേയിലാണ് ഈ കാര്യം എന്നോട് പറയുന്നത്, 2 മാസം എടുക്കുമെന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ ദൈവം വലിയവനാ. 3-ാമത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ടവൻ ഐസിയുടെ വാതിൽക്കൽ നടക്കുന്ന ഒരു വീഡിയോ ഡോക്ടർ തന്നെ എടുത്ത് ഞങ്ങൾക്ക് ഇട്ടു. കാരണം ആ ഇടത് കൈയും കാലും ചലിക്കുവാ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. കാരണം മെഡിക്കലി ഡോക്ടർ ഇന്നും പറയുന്നു, അത് മെഡിക്കലി ഞങ്ങൾക്ക് അറിയില്ല, അത് ഇമ്പോസിബിൾ ആയ കാര്യമാ. പക്ഷെ ഇത് സ്പീഡി ഒരു റിക്കവറിയാ. ബി കെയർഫുൾ. ഞാൻ പറഞ്ഞു, നോ കെയർഫുൾ. കാരണം സ്വർഗത്തിലെ ദൈവം, അദ്ദേഹത്തിന്റെ ക്രിയേറ്റർ തന്നെ അദ്ദേഹത്തിന് സൗഖ്യമാക്കിയത് ഡോക്ടറെ. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹത്തിന് MRI ഒരു സ്കാൻ ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങില് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കണ്ടിട്ട്, ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ ജിപ്സം ബെഞ്ചമിൻ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഡോക്ടറിന്റെ സ്ക്രീനിലല്ലേ, അതുകൊണ്ട് നിങ്ങൾ ടേക്ക് ഫോട്ടോ എന്നും പറഞ്ഞ് ഡോക്ടർ തന്നെ ക്യാമറ എടുത്ത്, മൊബൈൽ എടുത്ത് ആ ഫോട്ടോ എടുത്ത് ആ ഡിഫറൻസ് ഞങ്ങളോട് പറയുകയായിരുന്നു. നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്ന, അഡ്മിറ്റ് ആവുന്നതെന്ന് ജൂൺ 18-ന് നിങ്ങളുടെ ബ്രെയിനിന്റെ ഫോട്ടോ ഇതായിരുന്നു. മൊത്തം മൂടൽ മഞ്ഞ് കിടക്കുന്നത് പോലെ ബ്രെയിനിന്റെ ഒരു വശം ഒന്നും കാണുവാൻ കഴിയത്തില്ല. പക്ഷെ ഇന്നത്തെ റിപ്പോർട്ട് നോക്കിയേക്കേ, നിങ്ങളുടെ ഓരോ സെല്ലും ക്ലിയർ ആയിട്ട് ഇതിന്റെ അകത്ത് കാണാം. അപ്പൊ ഞാൻ അവരോട് പറയുവാനിടയായി. കാരണം അത് ഞങ്ങളുടെ കഴിവല്ല, ദൈവത്തിന്റെ കഴിവാ. കാരണം ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ സൃഷ്ടിച്ചവൻ സ്വർഗത്തിലെ ദൈവമാ. അദ്ദേഹം പുതിയൊരു ബ്രെയിൻ ഇദ്ദേഹത്തിന് കൊടുത്തെങ്കിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് ആ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതുപോലെ ഒരു വലിയൊരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ റീസെന്റ് ഉണ്ടായി. പക്ഷെ ഞാൻ അത് ഒന്നും ഞങ്ങൾ ഞെട്ടിയെങ്കിലും സകല കർത്താവിന്റെ നാമമഹത്വത്തിനായി തന്നെ ചെയ്തു. ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നത്, പ്രതിസന്ധികൾ വരുന്നത്, രോഗങ്ങൾ വരുന്നത്, ഒറ്റപ്പെടുന്നത്, നിന്ദിക്കപ്പെടുന്നത്, പരിഹസിക്കപ്പെടുന്നത്, വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ടോട്ടെ, നമ്മളെ ചിലപ്പോൾ ആരും ചേർത്ത് പിടിക്കുവാനും ഉണ്ടായിന്ന് വരത്തില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളെ ചേർത്ത് പിടിക്കുന്നവൻ ഒരുവനുണ്ട്. ആ ഒരുവൻ ഏത് കഷ്ടതയുടെ നടുവിലും എന്നെയും നിങ്ങളെയും വഴിയിൽ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വേർതിരിച്ച ദൈവമെങ്കിൽ അവൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അന്ത്യം വരെയും അക്കരെ നാട്ടില് അപ്പന്റെ സന്നിധിയിൽ നമ്മൾ എത്തും വരെയും എന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ശക്തനെന്ന് ഞാൻ അറിയുന്നു. പിന്നെ ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ദേശത്ത് കർത്താവിന് വേണ്ടി അപ്പൻ പറയുന്നിടത്തോളം കാലം കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മിഷൻ ഫീൽഡില് നമുക്ക് പോകുവാനും വരുവാനും ഒക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ ഒത്തിരി ദൂരമാണ്. കാരണം അവരുടെ വില്ലേജുകളിൽ നിന്നൊക്കെ ഒത്തിരി ദൂരമാണ് ഞങ്ങൾ താമസിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ ടാക്സി ഒക്കെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. അതൊക്കെ നമ്മുടെ ബിയോണ്ട് നമ്മുടെ കപ്പാസിറ്റിക്കൊക്കെ അപ്പുറമാണ്. 4-5 മണിക്കൂറുകളൊക്കെ നമ്മൾ യാത്ര ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി പ്രയാസമാണ്. പക്ഷെ ഈ വർഷം ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നു. അവരുമായിട്ട് ഒരു റെഗുലർ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം പണ്ടത്തെ ഒരു 50 വർഷം മുമ്പുള്ള ഒരു കേരളം എങ്ങനെ ആയിരിക്കുന്നോ അതുപോലത്തെ ആൾക്കാരുടെ ഇടയിലാണ് ഞങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അവരുടെ അവസ്ഥകൾ എന്താന്ന്. ഇപ്പോഴും പ്രോപ്പറായിട്ട് വസ്ത്രം ധരിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും കാട്ടിന്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഇടയില ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ദൈവവചനം എത്തിക്കഴിയുമ്പോൾ തിരുവചനം ഇവരെയൊക്കെ രൂപാന്തരപ്പെടുത്തും. കാരണം നമ്മളെയൊക്കെ രൂപാന്തരപ്പെടുത്തുക കർത്താവാണെങ്കിൽ ഇവർക്കും അത് അർഹതപ്പെട്ടവരാ. ഇവരും അവകാശികൾ അതിന്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്,
until and unless ഞങ്ങളുടെ ഈ ട്രൈബ്സും കർത്താവിനെ അറിയാത്തിടത്തോളം കാലം കർത്താവ് വരത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉത്തരവാദിത്വമാ ഈ ജനതയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇവരെ കുറിച്ച് അറിയണമെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവരെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തോളാം. പിന്നെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ നാമമഹത്വത്തിനായി തന്നെ തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച ഞാൻ നിർത്താം. ഹല്ലേലൂയ. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും സമയമായിരിക്കാൻ അങ്ങ് സഹായിച്ചല്ലോ കർത്താവേ. അടിയൻ പറഞ്ഞ വാക്കുകളെല്ലാം അപ്പാ അങ്ങയുടെ നാമമഹത്വത്തിനായി ഉതകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, ഞങ്ങളെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകര് ആരെങ്കിലും കർത്താവേ ഞാൻ കടന്നുപോയ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ആ വ്യതകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവെ നിന്ന് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ പ്രതി കർത്താവെ നിന്ന് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അപ്പാ അവരെ അപ്പാ അങ്ങ് ചേർത്ത് പിടിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവിക സമാധാനത്താൽ സന്തോഷത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കുക. ആ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ അപ്പാ. ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ ദാസി പ്രിയ അനിത ജിപ്സൺ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അതിശയകരമായ ജീവിതാനുഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജനിച്ചു വളർന്നതായ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ആ ജീവിത ജൈത്രയാത്രയിൽ നേരിട്ട ചില സംഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് പേരുടെ സാക്ഷ്യമാണ്. സ്തോത്രം. ഒരുപാട് പേര് യേശുവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ഇടയായി തീർന്ന അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവബഹുലമായ ചില സമാന അനുഭവങ്ങൾ കാണുവാൻ കഴിയും. സ്തോത്രം. എത്രയോ ദയനീയമായ വേദനാജനകമായ അനുഭവങ്ങൾ നമ്മുടെ ബാല്യകാലത്തിൽ നേരിട്ടു. പ്രിയ അനിതാ സിസ്റ്ററിന്റെ ജീവിതത്തില് മാതാപിതാക്കന്മാർ അവർക്ക് മൂത്ത മകളായി ജനിച്ചു. എന്നാൽ പിതാവിന്റെ തുടർമാനമായ മദ്യപാനവും തെറ്റായ ജീവിത മാർഗവും വീട്ടിൽ നിന്ന് വഴിയരികളിലേക്ക് തള്ളപ്പെടുന്ന അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളും നിന്ദകളും അപമാനങ്ങളും എത്രയോ വേദനാജനകമായ അനുഭവങ്ങളാണ്. എന്നാൽ അവിടങ്ങളിൽ ഏറ്റ കഷ്ടപ്പാടുകൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും യേശു കർത്താവിന്റെ ജീവിതവും വളർന്നു വന്ന ജീവിത സാഹചര്യവും നമുക്ക് മുന്നമേ നമ്മുടെ കർത്താവ് അതേ പാതകളിലൂടെ സഞ്ചരിച്ചു. നമ്മുടെ കർത്താവ് അനുഭവിച്ച, നമ്മുടെ കർത്താവ് കടന്നുപോയ ആ പാതകളിലൂടെ ആ നടന്ന ആ ഓർമ്മകളുടെ ഒരു ഓർമ്മ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അനുഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ജീവിതവും ചില സന്ദർഭങ്ങളിൽ കർത്താവ് കടന്നുപോയ പാതകളിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ അനുഭവം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, കർത്താവ് നടന്ന് പോയി പരാജയപ്പെടുകയായിരുന്നില്ല. കർത്താവ് നടന്നു കയറി വിജയിക്കുകയായിരുന്നു. മരണം ഒരിക്കലും അതൊരു പരാജയമായിരുന്നില്ല. ക്രൂശ് മരണം അത് വിജയമായിരുന്നു. കർത്താവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം, അതാണ് യേശു കർത്താവിന്റെ ആ കഷ്ടതയുടെ യഥാർത്ഥ സാക്ഷ്യം. യേശു ജനിച്ചു, താൻ വളർത്തപ്പെട്ടു, താൻ നിന്ന അപമാനവും ഒരുപാട് കഷ്ടതകളും അനുഭവിച്ചു. അവസാനം വരെ, മരണം വരെയും നിന്ദനീയമായ അപമാനകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം
സകല അപമാനങ്ങളും നിന്ദകളും ആരോപണങ്ങളും എല്ലാം അവസാനിച്ചു. പിന്നെ ഒരു വിധത്തിലും ഒരപമാനവും ഒരു നിന്ദയും ആർക്കും യേശുവിനെ കുറിച്ച് പറയുവാൻ ഉണ്ടായിരുന്നില്ല. എല്ലാം അവിടെ അവസാനിച്ചു. പ്രിയ അനുദാസന്റെ ജീവിതത്തില് കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല വിധത്തിലുള്ളതായ നിന്ദകളും അപമാനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ അഭിമുഖീകരിച്ചെങ്കിലും ഇന്ന് എത്തി നിൽക്കുന്നത് സ്തോത്രം ജയകരമായ ധന്യമായ ഒരു ജീവിതത്തിന്റെ ആ ഒരു പൂർണ്ണതയിലാണ്. കാരണം അനേക പ്രിയപ്പെട്ടവർക്ക് വെളിച്ചം പകരുവാൻ, അനേക പ്രിയപ്പെട്ടവർക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ, നിത്യ നരകത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് കടന്നു വരുവാൻ, സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ മുഖാന്തരമായി തീരത്തക്കവണ്ണമുള്ള ആത്മീയ കാഴ്ചപ്പാടോടുകൂടിയുള്ളതായ ദീർഘവീക്ഷണത്തോടുള്ളതായ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങളെ കുടുംബമായി ലിപിയില്ലാത്ത, ഭാഷയില്ലാത്ത, അക്ഷരമില്ലാത്ത, ആമേൻ, ആ ഒരു സംസ്കാരം അവരിൽ ഒരാളിനെ പോലെ അവരുടെ ഇടയിൽ പോയി ജീവിച്ച് അവരുടെ ഭാഷ പഠിച്ച് അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടി വിശുദ്ധ വേദപുസ്തകം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകളെ മൊഴിമാറ്റം നടത്തി അവർക്ക് വേണ്ടി പുസ്തകങ്ങൾ ഭാഷാന്തരം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ശ്രമകരമായ ഒരു ശുശ്രൂഷ മറ്റൊന്നില്ല. ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാനോ പരസ്യയോഗത്തിന് പ്രസംഗിക്കാനോ പാട്ട് പാടാനോ ആരാധിക്കാനോ വർഷിപ്പുകൾ നടത്താനോ വേദികളിലൊക്കെ നിന്ന് നമുക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതിനോ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ശ്രമകരമായ ഒരു അനുഭവമാണ് ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ശുശ്രൂഷ. നിങ്ങൾ കുടുംബമായ ശുശ്രൂഷ ദീർഘവർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വലിയ ഒരു ശുശ്രൂഷ ആമേൻ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നു എന്ന് പറയുന്നത് നാം കർത്താവിൻ്റെ കാതായി, കണ്ണായി, കാലായി, കർത്താവിൻ്റെ ഒരു അവയവമായി, കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു പ്രതിപുരുഷനായി, ഒരു അംബാസഡറായി ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും വലിയൊരു പ്രതിഫലം സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, പ്രയോജനപ്പെടുവാൻ ശക്തമായി കുടുംബമായി ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ, അതിൻ്റെ ഒരു രത്നച്ചുരുക്കം അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ അനിദാസനുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരെ, ഈ വാത്സല്യ കുടുംബത്തെ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആമേൻ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ആമേൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഒരു ശുശ്രൂഷയിൽ കൈത്താങ്ങുവാൻ കഴിയുമെങ്കിൽ നാം അത് ചെയ്യണം. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. ഈ കുടുംബത്തെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കൊടുക്കാൻ കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ഈ സാക്ഷി നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ആമേൻ ഷെയർ ചെയ്ത് കൊടുക്കണം. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിപ്പാനും അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളിത്തം വഹിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുകയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു.
ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.